സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പി സി ടി എയുടെ ദ സൈക്കോളജി അവർ കോഫി ടോക്ക് വിത്ത് പി സി ടി എ ഈ പ്രോഗ്രാമാണ് നമ്മൾ സൺഡേയിൽ ചെയ്യുന്നത്. പരീക്ഷയുടെ കാലമായതുകൊണ്ട് തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് തന്നെ നമ്മൾ ചെയ്യുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് നമ്മളിങ്ങനെ ഈ പ്രോഗ്രാം ചെയ്തു വരികയാണ്. അപ്പോൾ ഇന്നും വളരെ മനോഹരമായ ഒരു സെഷനാണ് എക്സാമിനേഷനെ കുറിച്ച്. എക്സാമിനേഷൻ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ഐ ലവ് എക്സാം. എക്സാമിന് മുമ്പും എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷയൊക്കെ ഒത്തിരി എഴുതിയിട്ടുള്ളതൊക്കെ കുറിച്ച് നമുക്കറിയാം. എങ്കിലും കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും മാതാപിതാക്കൾക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഈ സെഷൻസ് വളരെയധികം ഉപകരിക്കും. സോ ഇന്നത്തെ ദിവസം ഐ ലവ് എക്സാം നമ്മളോട് പ്രതിപാദിക്കുന്നത് ഷാബു സാറാണ്. ഷാബു ഗംഗാധരൻ സാർ തൃശ്ശൂർ സ്വദേശിയാണ്. കേരളത്തിലെ സ്കൂൾ, കോളേജ് വിദ്യാലയങ്ങളിലെല്ലാം ഇന്നവേഷൻസിൻ്റെ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു മാസ്റ്റർ ട്രെയിനറാണ്. അതിനേക്കാളൊക്കെ ഉപരി സ്കൂളുകളിൽ, പ്രത്യേകിച്ച് NSS പോലുള്ള ക്യാമ്പുകളിലൊക്കെ കുട്ടികൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു വ്യക്തി, കുട്ടികളുടെ ഇതുപോലത്തെ ട്രെയിനിങ്ങുകളിൽ കൃത്യമായി പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ് ഷാബു സാർ. അപ്പോൾ ഇന്ന് ഷാബു സാറിൻ്റെ ക്ലാസ്സാണ്. അതിനു മുമ്പ് PCTയുടെ എല്ലാ വ്യക്തികളെയും പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർലാൽ സാറുണ്ട്. അതുപോലെ തന്നെ എറണാകുളം തുടങ്ങി എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്, പാർട്ടിസിപ്പൻസ് ഉണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെ അറിവിലേക്കായിട്ട് നമ്മൾ പുനർജനി പദ്ധതി പ്രോജക്റ്റ് നേരത്തെ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. എന്നാലും അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് ലോഞ്ച് ചെയ്യും. നമ്മുടെ കൗൺസിലേഴ്സിന് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് പുനർജനി കൗൺസിലേഴ്സ്. അത് ഉടനെ തന്നെ ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മൊഡ്യൂളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വളരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ അതിന് എല്ലാവരും, ഈ ഗ്രൂപ്പിൽ നമ്മുടെ കുറേ പേരുണ്ട്, ഇതറിയാത്ത ആളുകളുണ്ടാവും. പുനർജനി എന്ന് പറഞ്ഞാൽ ടെലി കൗൺസിലിംഗ് ആണ്. നമ്മൾ പരീക്ഷാ സമയത്ത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സാം ഫിയറിനെ സംബന്ധിച്ചുള്ള പല ക്ലാസ്സുകൾ നടത്തുന്നത്. പരീക്ഷ പേടി, സമ്മർദ്ദം ഉണ്ടാകുന്ന രക്ഷിതാക്കൾക്കും അതുപോലെ നമ്മുടെ കുട്ടികൾക്കും ഈ സമയത്ത് ഒരു സാന്ത്വനം കൊടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രവും. ആ ഉദ്ദേശത്തിലാണ് നമ്മളൊരു പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ ഒരു കുട്ടി പോലും ഈ സമ്മർദ്ദത്താൽ, അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു കുഞ്ഞുവിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നതാണ് നമ്മുടെ അതിൻ്റെ പിന്നിലുള്ള ഒരു മോട്ടീവ്. കാരണം പലപ്പോഴും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആത്മഹത്യകൾ, പരീക്ഷയിൽ മാർക്ക് കിട്ടില്ല എന്നുള്ള ആശങ്ക കൊണ്ട് ജീവനൊടുക്കിയതൊക്കെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു ആശ്വാസം, ഒരു വാക്ക്, ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ നമ്മുടെ ആളുകൾ സദാ സന്നദ്ധരായി 24/7 സദാ സന്നദ്ധരായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഈ പരീക്ഷാ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. പരീക്ഷയ്ക്ക് ശേഷവും മുമ്പും ശേഷവും ഒക്കെ അവർക്ക് സാന്ത്വനം കൊടുക്കുക എന്നതിന് പറ്റിയ ഒരു ടീം, ഒരുപാട് കൗൺസിലേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ആ ടീമിനെ നമ്മൾ സജ്ജമാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. സാറ് ഇവിടെ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക്, സാറ് കേൾക്കുന്നുണ്ട് സാറിന്? സാറേ കേൾക്കാവോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ സാറേ. ഓക്കെ, അപ്പോൾ നമുക്ക് പുനർജനിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെലികൗൺസിലിംഗ് താല്പര്യമുണ്ടെങ്കിൽ അതായത് ജില്ലാ കോർഡിനേറ്റേഴ്സിനെ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഷാബു ഗംഗാധരൻ സാറാണ്. പരീക്ഷയ്ക്ക് മുമ്പും പിൻപുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാറൊന്ന് സംസാരിക്കും. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഷാബു സാർ, യു ആർ വെൽക്കം. അഡ്മിറ്റ് ചെയ്യണം. ഓഡിബിൾ അല്ലേ സാർ? യെസ്. ഓക്കെ, സിബിൾ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. PCTയുടെ ഭാരവാഹികളൊക്കെ ഉണ്ട്, സ്റ്റേറ്റ് ഭാരവാഹികളൊക്കെ ഉണ്ട്, ഒരുപാട് പരിചയമുള്ള മുഖങ്ങൾ എല്ലാവരും ഉണ്ട്. ഡോക്ടർ മനോഹർലാൽ സാർ, ഉഷ മാം ഉണ്ടോ? ഇപ്പോ വന്നില്ല. ഉഷ മാം, അബ്ദുൽ ലത്തീഫ് സാർ, അതുപോലെ തന്നെ ജ്യോതികുമാർ സാർ, അവരൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്.
അപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക് സാധാരണ ഞായറാഴ്ച ഈ ഒരു ഫ്ലോറിൽ ഒരു പാട്ടുവിശേഷം എന്നുള്ളൊരു പ്രോഗ്രാമാണ് നടക്കാറ്. അപ്പൊ അതിന്റെ ഒരു മൂഡിലാണ് വന്നത്. അപ്പോഴാണ് സാബു സാർ പുതിയൊരു ജോലി എക്സാം എന്നുള്ളൊരു ജോലി. അപ്പൊ എന്തായാലും പരീക്ഷാ കാലമായി. ഈ മാർച്ച് 5 തൊട്ട് എക്സാം ഒക്കെ ആരംഭിക്കുകയാണ്. SSLC എക്സാമും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എല്ലാം ആരംഭിക്കുകയാണ്. അപ്പൊ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ നല്ലൊരു ടെൻഷനിലായിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? രക്ഷിതാക്കളുണ്ടായിരിക്കും അല്ലേ? ഇവിടെ അധികം കൗൺസിലേഴ്സ് ആണ്. അതെ അതെ അതെ. അപ്പൊ നമുക്ക് അറിഞ്ഞത് ഒരു കുട്ടി ഇവിടെ ഉണ്ട് സർ. ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉണ്ടോ? വെരി ഗുഡ്. ഓ ഒരു LKG കുട്ടിയാണോ അത്? ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ വരാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഇതിന്റെ നാഥനായ കാരണഭൂതനായ സാബു സാർ ഇതുപോലെ ഒരു അവസരം തന്നതിൽ ഉള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലാസ് എടുക്കാനുള്ള അവസരം ലഭിച്ചതിലുള്ള സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സാം തന്നെയാണ്. എക്സാം ഭയമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എക്സാമിനെ സ്നേഹിച്ചവര് ഈ ഫ്ലോറിലുണ്ടോ? ഇഷ്ടമുള്ളവര്? ഒരു സമയം കഴിഞ്ഞിട്ട് എക്സാമിനെ സ്നേഹിച്ചു തുടങ്ങി. ആദ്യമൊക്കെ പാടായിരുന്നു. അതെ, നമ്മുടെ സാബു സാറൊക്കെ എക്സാമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഇപ്പൊ ഭയങ്കര സ്നേഹമാണ്. പണ്ടില്ലാത്തോളൂ അല്ലേ? PhD-യുടെ വൈവ ലൈവൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തിനൊക്കെ. അപ്പൊ അതുപോലെ നിങ്ങൾക്കും അതുപോലെ തന്നെ. പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്കൊക്കെ പേടിയായിരുന്നു, ഭയമായിരുന്നു. പരീക്ഷ എന്ന് പറയുമ്പോൾ ആ ഒരു സെറ്റപ്പിൽ തന്നെയായിരുന്നു എല്ലാവരും. പക്ഷെ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ പരീക്ഷയെ സ്നേഹിക്കണം. എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം? നമ്മൾ ആഗ്രഹിച്ച കോഴ്സുകൾ നേടാൻ, നമ്മൾ ആഗ്രഹിച്ച കരിയർ ലഭിക്കാൻ, ആഗ്രഹിച്ച അല്ലെങ്കിൽ കോഴ്സ് ഇതിലൊക്കെ കിട്ടുവാനായിട്ട് ആഗ്രഹിച്ച ജോലികൾ. ഇപ്പൊ സിവിൽ സർവീസ്, നമ്മളൊരു IAS കളക്ടർ ആവണം, IPS ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ചാർട്ടേഡ് അക്കൗണ്ട് ആവണം. ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ഒരു പരീക്ഷയിൽ വിജയം നേടിയാൽ മാത്രമേ നമുക്കത് ആ പരീക്ഷ അല്ലെങ്കിൽ ആ അർഹിച്ച സ്ഥലത്ത് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം. അപ്പൊ തീർച്ചയായിട്ടും പരീക്ഷ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ചവിട്ടുപടിയാണ്. പരീക്ഷ പഠനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷെ പരീക്ഷ ലൈഫിലെല്ലാം അല്ല. ചില കുട്ടികളൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്, പരീക്ഷയിൽ തോറ്റാൽ പിന്നെ എല്ലാം പോയി എന്നുള്ളൊരു അർത്ഥത്തിൽ ചില കുട്ടികളും ചില രക്ഷിതാക്കളും അതേ കുട്ടികളെ ആദ്യമായിട്ട് നഴ്സറി സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ തന്നെ ഇവിടെ ഇത് കഴിഞ്ഞാൽ വർഷാവസാനം പരീക്ഷയുണ്ട്, ആ പരീക്ഷയിൽ നീ ജയിക്കണം, ജയിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്നുള്ളൊരു ചെറിയ അവിടന്നേ തന്നെ കുട്ടിക്ക് മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടന്നേ തന്നെ കുട്ടിക്ക് ആ മനസ്സിൽ പരീക്ഷ എന്നുള്ളൊരു ഫോബിയ, എക്സാമിനോ ഫോബിയ അല്ല എക്സാം ഫോബിയ എന്നുള്ളൊരു ഫോബിയ ആ ചെറുപ്പകാലത്തെ തൊട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നീട് അത് ഓരോ ക്ലാസ്സിൽ ചെല്ലും തോറും നമ്മുടെ പേരൻസും അങ്ങനെയാണല്ലോ, അവർ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എനിക്ക് നേടാൻ കഴിയാത്ത എന്റെ മക്കൾ നേടണം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കുട്ടി നേടുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് എന്റെ മകൾ അല്ലെങ്കിൽ മകൻ നേടണം എന്നുള്ളൊരു വിശ്വാസത്തിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കും കുറച്ചും കൂടി സ്ട്രെസ്ഫുൾ ആവും. അപ്പൊ ആ സ്ട്രെസ് വന്ന എന്താണ് പ്രശ്നം? സ്ട്രെസ് വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ നമുക്ക് അതിലേക്ക് എന്തായാലും കടക്കാം. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇത് വായിക്കാമോ? ഇത് കാണാമോ? അതോ സ്ക്രീനിൽ വെച്ചിരിക്കുന്നത്? കാണാം. നമുക്കൊരു ചെറിയൊരു പരീക്ഷ ആയാലോ, ഒരു എക്സാം ഒക്കെ അല്ലേ? നമ്മളും ചെറിയൊരു കുട്ടികളായിട്ട് നമുക്കൊന്ന് മാറും അല്ലെ? ആ പഴയ കാലത്ത് കുട്ടികളായിട്ട് മാറും. നമുക്കും ചെറിയൊരു എക്സാം. ഇതൊന്ന് വായിക്കാമോ? ഇതിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്ന വാക്ക് എന്ന് വായിക്കാമോ? ഞാൻ ഓഡിബിൾ അല്ലേ സാർ? അതെ ക്ലിയർ ആണ്. യെസ്. നിങ്ങളും ഒരു മത്സര പരീക്ഷ വിദ്യാർത്ഥിയാണെന്ന് കരുതുക. നോ ഓൺ ഗുഡ്. സോറി, നോ ഓൺ ഗുഡ്.
വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ശ്രദ്ധിക്കൂ, നിങ്ങളുടെ കൊഗ്നിറ്റീവ് സൈഡൊക്കെ ഒന്ന് ചൂടാക്കൂ. വ്യക്തമായിട്ടും നൂൺ ഗുഡ് എന്നാണ് എഴുതിയേക്കണത്. ഉച്ച നല്ലത്. ഓക്കെ സാർ, അത് അങ്ങനെയല്ല, അതിലൊരു വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കത് കുറച്ച് ഒരു ക്രിട്ടിക്കൽ ലോജിക്കൽ തിങ്കിങ് ആണത്. ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഒരു ക്ലൂ തരൂ. നിങ്ങൾ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്, അത് തന്നെ. നമ്മള് ഒരു പ്രശ്നം വരുമ്പോ ആ രേഖയിലല്ലാതെ ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്, അതാണ് വേണ്ടത്. ഗുഡ് എവിടെ ഇരിക്കുന്നത്? ഗുഡ് എവിടെയാണ് ഇരിക്കുന്നത്? റൈറ്റില്. റൈറ്റിലാണ്. എന്തിനു ശേഷമാണ് ഇരിക്കുന്നത്? നൂണിന് ശേഷം. എന്താ ശേഷം എന്ന് പറഞ്ഞ? ആഫ്റ്റർ. യെസ്. അപ്പൊ ഒന്ന് പറയൂ, കൂട്ടി വായിക്കൂ. പറഞ്ഞതിലൊക്കെ ഉണ്ട്, ആൻസർ ഉണ്ട്. ഒന്ന് കൂട്ടി വായിച്ചാൽ മതി. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ ആയില്ലേ? യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്. ഇപ്പൊ നിങ്ങളൊക്കെ വിദ്യാർത്ഥികളായി, പരീക്ഷയിൽ മാർക്കൊക്കെ നേടാൻ ആരംഭിച്ചു. അതാണ് ഉദ്ദേശിച്ചത്. അന്ന് അവരുടെ കൂടി നമുക്ക് നോക്കാം. സിക്സ് സീക്രട്ട്. സീക്രട്ട്. വേറെ ആരെങ്കിലും? എന്തെങ്കിലും? ആ നിനക്ക് തന്നെ നേരത്തെ ചിന്തിച്ച മാതിരിയാണ് ചിന്തിക്കാൻ. നമ്മൾ ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ് വേണ്ടത്. പറയട്ടെ? ആരുമില്ല? ടോപ്പ് സീക്രട്ട് കിട്ടിയോ? ഓക്കെ. ടോപ്പ് സീക്രട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. ആരാ പറഞ്ഞേ? ജോസഫ് ജോൺ. യെസ്, വെരി ഗുഡ്. അടിപൊളി. ജോസഫ് സൺ സാറിന് ഇപ്പോഴും 100 മാർക്ക്. യെസ്. മെനി ചോയ്സ്. മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ? എക്സാക്ട്ലി, വെരി ഗുഡ്. MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെ? പരീക്ഷകളിൽ നമ്മൾ ഒരുപാട് നേരിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. വെരി ഗുഡ്. അടുത്ത പരീക്ഷ. ഷീല മാം. ഷീല മാം ഫ്ലോറിലെ? യെസ് ഉണ്ട്. ഒന്ന് പറയൂ. ലേണിംഗ്, ആ, ഒബ്ജക്റ്റീവ്. എന്റെ അമ്മോ, ഭയങ്കര കോഗ്നിറ്റീവ് ഇതിലെ മാഡം ചിന്തിക്കുന്നത്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. കാമുകന്മാരൊക്കെ ഒന്നും കൂടി പറയൂ. ജോസഫ് ജോൺ സാർ എന്ത് പറഞ്ഞു? സാർ ഇങ്ങോട്ടല്ല പറഞ്ഞത്. എങ്ങോട്ടുമാണ് പറഞ്ഞത്? അല്ല, 60, 70, 80 പ്രേമിച്ച് നടന്ന ഒരുപാടുണ്ടല്ലേ ഈ ഫ്ലോറിൽ. അവർക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളി, സൂപ്പർ. ആളാരൊന്ന് കാണട്ടെ. യെസ്, ആ പറഞ്ഞാളെന്ന് കാണട്ടെ. ആ പറഞ്ഞാളെന്ന് കാണട്ടെ. ഒന്ന് ഓപ്പൺ ചെയ്യും മാഡം, ഒന്ന് കാണട്ടെ. പത്മ മാഡത്തിനെ കാണട്ടെ. വെരി ഗുഡ്. യെസ്. അപ്പൊ ഒരു പ്രേമം ഉണ്ടായിരുന്നു. ഉറപ്പല്ലേ? യെസ്, താങ്ക് യു. നമുക്ക് ഗേറ്റ് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ മനോഹരമായിട്ടുള്ളൊരു പരീക്ഷ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു. അതിൽ പലരും നല്ല രീതിയിൽ ആൻസർ ഒക്കെ ചെയ്തു. വെരി ഗുഡ്. ഇതും ഒരു പരീക്ഷയാണ്. ഇനി നമുക്ക് പരീക്ഷ ആ ഘട്ടത്തിലേക്ക് പോവാം. അടുത്തൊരു ഇത് നോക്കുക. ഈ വ്യക്തി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അറിയോ?
ആദ്യമായി പരീക്ഷ എഴുതിച്ച ആളല്ലേ? ആദ്യമായിട്ട് പരീക്ഷ കണ്ടുപിടിച്ച ആളാണ്. നമ്മുടെ കുട്ടികളുടെ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവനെ എപ്പ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. നമ്മളുടെ ഈ ജെൻസി കുട്ടികളുടെ കയ്യിൽ ഇദ്ദേഹത്തെ ഒന്ന് കൊടുത്താൽ മതി. ആരാണ് അദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി ഫിഷർ. ഇദ്ദേഹമാണ് പരീക്ഷ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഹെൻറി ഫിഷർ. ഇദ്ദേഹം ജർമ്മനിയിലായിരുന്നു ബോണൊക്കെ. പിന്നീട് അമേരിക്കയിലേക്ക് പോയി. പിന്നെ അവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇതൊക്കെ സമർപ്പിച്ചത്. 1615 AD 615 ആദ്യത്തെ എക്സാം ചൈനയിലൊക്കെ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എക്സാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ വരുന്നത്. എന്താണ് എക്സാം? പല രീതിയിലുള്ള എക്സാമുകൾ. ഇപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ എത്രയോ എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. ഒരു ഉദ്ദേശം ഒരു 100+ എബവ് ഒക്കെ എക്സാമുകൾ എഴുതിയിട്ടുണ്ടോ? 100 അല്ല, ചിലർ 250 ഒക്കെ എഴുതിയിട്ടുണ്ടോ എക്സാം എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഐ ലവ് എക്സാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് പറയാമോ, ഉറക്കെ പറയാമോ? ഐ ലവ് എക്സാം. എല്ലാവരും ഒന്ന് ഉറക്കെ പറയാമോ ഉച്ചത്തില്? ഐ ലവ് എക്സാം. ഐ I ലവ് love എക്സാം. exam. ഐ ലവ് എക്സാം. I love exam. I love exam. എക്സാം. യെസ്, എല്ലാവരും പറയും. ഐ ലവ് എല്ലാ എക്സാം. ഐ ലവ് എക്സാം. I love exam. I love exam. ഓക്കെ, താങ്ക് യു ഗ്രേറ്റ്. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നത് ആ ഒരു നമ്മുടെ ആ ലവ് ചിഹ്നം, എക്സാമിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ എക്സാം എന്ന് പറയുന്നത് പരീക്ഷയിൽ നമ്മുടെ എന്താ പറയാ, പൊതുവിൽ നമ്മുടെ ബുദ്ധി അളക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ അറിവ് അളക്കുന്ന ഒരു ഉപാധിയല്ല എക്സാം എന്ന് പറയുന്നത്. എക്സാം എന്ന് പറയുന്നത്, എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് ഓർത്തെടുത്ത് അടുക്കും ചിട്ടയോടും കൂടി അത് ഉത്തരക്കടലാസിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതാണ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ എന്ത് കിട്ടില്ല, എക്സാമിൽ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയെന്ന് വരും. അതൊരു പ്രത്യേക രീതിയിൽ അതിന് പരിശീലനം വേണം. എക്സാം പരിശീലനം ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ എക്സാമിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എക്സാം ആണോ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പലരും ആലോചിച്ചത്? അങ്ങനെയൊന്നുമില്ല. എക്സാം പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് എക്സാം. കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ് ഒരു സംഭവം. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളാണ് കോമൺ പ്രോബ്ലംസ് ഫേസ് ബൈ സ്റ്റുഡൻസ്, അല്ലെ? അവർ കോമൺ ആയിട്ട് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മളോട് പറയുന്നത്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, പഠനത്തിനോട് തന്നെ അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, വിരക്തി വരുന്നു. അതുപോലെ തന്നെ ഫീലിംഗ് സ്ലീപ്പി വൈൽ സ്റ്റഡി, പുസ്തകം തുറക്കുമ്പോൾ ഉറക്കം വരുന്നു, അല്ലെ? ആ മാത്സിന്റെ ആൾജീബ്രയും അല്ലെങ്കിൽ ട്രിഗനോമെട്രിയുടെയും അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രിയുടെ ആ മൂലകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരും. എനിക്ക് ഉറക്കം വന്നിരുന്നു. എനിക്ക് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞതിനെ തല പൊട്ടുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കും. നോ ക്ലാരിറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ, അല്ലെ? വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് നമുക്കൊരു ഗോൾ ഇല്ല, ഞാൻ എവിടെ എത്തണം, ജീവിതത്തിൽ എന്റെ ലൈഫ് പർപ്പസ് എന്താണ് എന്നുള്ളൊരു ഇല്ലാത്ത കുട്ടികൾക്ക് ഈ പരീക്ഷ അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പൂർ സബ്ജക്ട് ബേസ്, ആ സബ്ജക്റ്റിനെ കുറിച്ച് യാതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അറിവില്ലാത്ത കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ടീച്ചേഴ്സ്, ചില ടീച്ചേഴ്സിന് കുട്ടികൾക്ക് വെറുപ്പായിരിക്കും. സബ്ജക്ട് ഇഷ്ടമായിരിക്കും, പക്ഷെ അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ആ സബ്ജക്റ്റിനോട് തന്നെ, ടീച്ചറോട് മാത്രമല്ല, അതുവഴി ടീച്ചറോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അതുവഴി ആ സബ്ജക്റ്റിനോടും അവർക്ക് എന്തൊരു വിരക്തി തോന്നും. വൈസ് വേഴ്സ, മറിച്ച് സംഭവിക്കട്ടെ, സബ്ജക്റ്റിനോട് താല്പര്യമില്ല, പക്ഷെ അത് എടുക്കുന്ന ടീച്ചർ ഒരുപാട് ഇഷ്ടമുണ്ട്, അതുവഴി ആ സബ്ജക്റ്റിൽ അവര് ഒരു ഇഷ്ടം തോന്നി പിന്നീട് ആ സബ്ജക്റ്റിൽ എക്സൽ ആവുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അധ്യാപകരുടെ ഒരു ക്വാളിറ്റിയാണ് അവിടെ പറയുന്നത്. പർട്ടിക്കുലർ സബ്ജക്ട്, ചില പ്രത്യേക സബ്ജക്റ്റിനോട്, എനിക്ക് മാത്സ് എന്ന് പറഞ്ഞ തലവേദന എടുക്കും. ശരിയാണ്, എല്ലാവർക്കും അങ്ങനെയാണ് ചില വിഷയങ്ങളോടൊക്കെ നമുക്ക്, അല്ലെ? അതുപോലെ തന്നെ ഇൻകോമ്പിറ്റന്റ് ടീച്ചേഴ്സ്, ചില ടീച്ചേഴ്സിനും ഈ പറഞ്ഞ മാതിരി കോമ്പിറ്റന്റ് അല്ലാത്ത ടീച്ചേഴ്സിനും ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഡിസ്ട്രാക്ടിങ് ഫ്രണ്ട്സ്, ചില ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കും നമ്മളെ പഠനത്തിൽ നിന്ന്, ഏത് തരത്തിലും നമ്മളെ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ വഴിക്ക് പോകാതെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഉണ്ടാക്കി തരുന്നുണ്ടായിരിക്കും. പിന്നെന്താ പറയുന്നത്, അൺറെസ്ട്രിക്റ്റഡ് യൂസേജ് ഓഫ് സോഷ്യൽ മീഡിയ. ഇന്നത്തെ ജെൻസി കുട്ടികൾക്ക് പറയേണ്ടത്
അവർ ഫുള്ള് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഗെയിം എടുത്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ അഡിക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠനത്തോട് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് സത്യം അറിയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കുട്ടികളുടെ പ്രത്യേകിച്ച്. അത് കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവർക്കുള്ളതാണ് അല്ലെ. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ പല വിലപ്പെട്ട സമയങ്ങളും മണിക്കൂറുകളുമാണ് സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നത്. കാൺ സ്റ്റഡി ആഫ്റ്റർ ബ്രേക്ക്. നമ്മൾ പഠനം കഴിഞ്ഞൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും ആ പഠനത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കുന്നില്ല. അതൊരു പ്രശ്നമുണ്ട്. നോ ഐഡിയ അബൌട്ട് ലേണിംഗ് സ്കിൽസ്. എന്റെ ലേണിംഗ് സ്കിൽസ് എന്താണ്, എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് തിരിച്ചറിയാതിരിക്കുക. ഫോർഗെറ്റ് ലെസൺസ്. പഠിച്ച പാഠഭാഗങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മറന്നുപോകും. പ്രോക്കാസ്റ്റിനേഷൻ. ഇന്ന് പഠിക്കാം നാളെ പഠിക്കാം എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് അല്ലെ. എന്നിട്ട് ആ പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് ഇതെല്ലാം എടുത്ത് ഉള്ളിൽ കയറ്റാൻ നോക്കും. എന്താ സംഭവിക്കുന്നത്? ഒന്നും കയറില്ല ആ സമയത്ത്. അപ്പൊ ദിവസം എടുക്കുന്ന പോർഷൻസ് നമ്മൾ പഠിക്കാതെ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പറയുന്നില്ല, ആ മെമ്മറി ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ആ ലോങ് ടൈം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യാതെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അതിന്റെ റിവിഷൻ ഇല്ല, അതിന്റെ റിപ്പീറ്റേഷൻ ഇല്ല, ഒന്നുമില്ല. ക്ലാസ് ആദ്യം എടുത്ത് കേൾക്കുന്നു, പിന്നെ പരീക്ഷയുടെ ഒരാഴ്ച മുമ്പാണ് പുസ്തകം എല്ലാം എടുത്തത് വായിക്കുന്നത്, ഉള്ളിലേക്ക് കയറ്റുന്നത്. എല്ലാം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. തീർച്ചയായിട്ടും ലവ് അഫെയർസ് അല്ലെ. പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ ശ്രീകുമാരൻ നമ്പിയുടെ ചില വരികളൊക്കെയാണ് കുട്ടികൾക്ക് ഓർമ്മ. ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം അശീലമ. ആ രണ്ടുപേരും ഒന്ന് പാടിയ നമ്മുടെ ഈ ടൈറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട്. ഇതിന് പ്രണയമൊക്കെ വരട്ടെ. ശീല മാം. നോക്കട്ടെ സാറേ. ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ മറക്കുവാൻ കഴിയില്ലല്ലോ. മതിയോ സാറേ? അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലേ? പുസ്തകം തുറന്നാൽ അതില് ചാപ്റ്ററുകളൊന്നും അല്ല വരുന്നത്, പക്ഷെ അവരുടെ മുഖഭാവമാണ് അല്ലേ. ഇടിവെട്ടി മഴ പെയ്താലും തീമഴ പെയ്താലും ഭൂകമ്പം ഉണ്ടായാലും ആ പുസ്തകത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ മുഖങ്ങളൊക്കെ ആയിരിക്കും പലരുടെ മനസ്സിലും വരുന്നത്. ഇത് കൂടാതെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയാ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാം. ഇതിൽ കൂടുതലായിട്ട് ഡിസ്ട്രാക്ഷൻസ് ഒരു കോമൺ പ്രോബ്ലം എന്ന് പറയുന്നത് കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. ഫാമിലി പ്രോബ്ലം വരാൻ സാധ്യതയില്ലേ സാറേ? ഫാമിലി പ്രോബ്ലം ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട്. അതെ അതെ, ഹെൽത്ത് ഇഷ്യൂസ് അതൊക്കെ ഉണ്ട്. പിന്നെ ആർക്കെങ്കിലും നിങ്ങളൊരു വൺ വേ സൈഡ് മാത്രമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്കിംഗ് ആണ് കുറച്ചും കൂടി നല്ലത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഭയം ഉണ്ടാവൂലേ? ഭയം എന്താണ്? ഭയം യെസ് ഉണ്ടാവും. ഭയമുണ്ട്. അതായത് നമ്മൾ തോൽക്കുമോ എന്നുള്ളൊരു പേടി. അതാണ് ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭയമാണ് നമ്മൾ ഫീൽ ഓഫ് ഫെയർ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് ഫെയിൽ. പിന്നെ ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ കാരണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഈ എക്സാമിന് ഐ ലവ് എക്സാം വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? ഒരു ഹൈ സെൻസ് ഓഫ് പർപ്പസ്. വൈ? നമ്മുടെ ലൈഫിന്റെ വൈ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. എന്തിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്? വൈ ഐ ബോൺ ഇൻ എർത്ത്. ഞാൻ ഈ ഭൂമിയിൽ, ഈ പ്ലാനറ്റിൽ എന്തിനാണ് ജനിച്ചത്? എന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളൊരു കൃത്യമായ ബോധം ആ കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി പരീക്ഷയെ സ്നേഹിക്കും. അത് മനസ്സിലാവും എന്നുള്ള യാതൊരു കാര്യത്തിൽ സംശയം. ലൈഫിന്റെ വൈ കണ്ടുപിടിച്ചാൽ ഹൗ എന്നുള്ളത് വളരെ എളുപ്പമാണ്. എങ്ങനെ അവിടെ എത്താം എന്നുള്ളതിന് 100 വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ആ വൈ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നം. ഞാനൊരു ഡോക്ടർ ആവണം, ഞാനൊരു ഡോക്ടറായി എനിക്ക് ഒത്തിരി പേരെ സെർവ് ചെയ്യണം, സേവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആ കുട്ടിയുടെ മനസ്സിൽ, ഒരു പാഷൻ ആ കുട്ടിയുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ എന്തിന് ഡോക്ടർ ആവണം എന്നുള്ള വൈ അദ്ദേഹത്തിന് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ. അപ്പൊ അത് പറയുന്നത് ഒരു ഹൈ സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇതിന് വേണ്ടി. ദെൻ പ്ലാനിങ്. ഓഫ് കോഴ്സ് ഏതൊരു കാര്യത്തിന് നമുക്കൊരു പ്ലാനിങ് വേണം അല്ലെ. ഇഫ് യു ആർ എന്താ പറയുക, നമ്മള് പ്ലാനിങ് ഇല്ലാത്തവരെന്താ പറയും? ഏതൊരു കാര്യത്തിനും പ്ലാനിങ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്ലാനിങ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഫെയിലിയർ ആവും. കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. ഞാൻ കേൾക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ അല്ലേ ഞാൻ? ഹലോ സാർ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ എന്ന് പറഞ്ഞേക്കും. നിങ്ങൾക്കൊരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഫെയിൽ ആവാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിനും ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. ഇപ്പൊ എക്സാമിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് 90 days മുൻപായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള സ്റ്റിപ്പുലേറ്റഡ് ടൈം ഓരോ സബ്ജക്ട് വൈസ് നമ്മൾ കൊടുത്തിരിക്കണം. അതെല്ലാം ശരിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ എക്സാം നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് എഫർട്ട് ഉണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു പർപ്പസ് ഉണ്ട്, ബട്ട് പ്ലാനിങ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടായാലും നമ്മുടെ ഭാഗത്തുനിന്ന് ആ പരിശ്രമം ഇല്ലെങ്കിൽ ഇത് എവിടെ എത്തില്ലല്ലോ. പരിശ്രമം എന്ന് പറയുമ്പോൾ എന്ത് വേണം? അതൊരു സ്മാർട്ട് വർക്ക് ആയിരിക്കണം അല്ലെ. ചില പാരന്റ്സ് എന്നോട് പങ്കുവയ്ക്കാറുണ്ട്, ഞാൻ എന്റെ കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ 1 minute പോലും സമയം ചെലവാക്കാതെ പഠിക്കുന്നു എന്ന് പറഞ്ഞു വെക്കാം പലരും. പക്ഷെ അതിനുള്ള ഒരു റിസൾട്ട് ആ കുട്ടിക്ക് കിട്ടില്ല എന്ന് പല പാരന്റ്സും പറഞ്ഞു വരും. വാസ്തവത്തിൽ എന്താണത്? അപ്പൊ പലരും പഠിക്കുന്നുണ്ട്. അപ്പൊ പഠിക്കുന്നതിൽ തന്നെ ഒരു സ്മാർട്ട് വർക്ക് വേണം. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 30 minutes അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ 30 minutes ഇല്ല. പണ്ടൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഒരു പീരീഡ് എന്ന് പറയുന്നത് 40 minutes 45 minutes അത് ബേസ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പോലെ 40 minute 30 minute ഒന്നും ഇരിക്കുക. അപ്പൊ മാക്സിമം നമ്മളൊരു 1/2 hour പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 minutes ബ്രേക്ക് ഇടും. ഒരു വിറകുട്ടുകാരന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിട്ടും. ഒരിക്കലും ഒരു വിറക് വെട്ടുകാരൻ വന്നു. വിറക് വെട്ടുകാരൻ അദ്ദേഹത്തിന്റെ ഒരാളുടെ വീട്ടിൽ വന്ന് വിറക് വെട്ടി. അപ്പൊ അദ്ദേഹം ഉടമസ്ഥന് ഒരുപാട് ഇഷ്ടപ്പെട്ടു വിറക് വെട്ടുകാരനെ. കാരണം അയാൾ 1 minute വേസ്റ്റ് ആക്കാതെ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു 10 minute ഒഴിച്ചാൽ ഫുൾ ടൈം അയാളുടെ ജോലി ചെയ്യുകയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം കുറെ വിറക് വെട്ടി. ഉടമസ്ഥന് സന്തോഷമായി. അദ്ദേഹം പൈസ കൊടുത്ത ആള്. 2ാമത്തെ ദിവസം ഇയാൾക്ക് വരാൻ പറ്റി. അപ്പൊ ഇയാളുടെ ഒരു സുഹൃത്താണ് വന്നത്. ഇയാളുടെ സുഹൃത്ത് വിറക് വെക്കാൻ വന്ന അയാൾ എന്താണ് ചെയ്തത്? അയാൾ കുറച്ചു നേരം വിറക് വെട്ടും, പിന്നെ അയാളെ കാണില്ല. പിന്നെ അയാൾ അവിടെ നോക്കിയിരിക്കുമ്പോ അപ്പുറത്ത് വേറെ എന്ത് പാട്ടൊക്കെ പാടിയിരിക്കുകയാണെങ്കിൽ വീണ്ടും കുറച്ചു നേരം വന്ന് വിറക് വെട്ടും, പിന്നെ അയാളെ കാണില്ല. ഇയാൾ ചോദിച്ചത് എന്ത് മനുഷ്യനാണ് ഇയാള്? പക്ഷെ ഇന്നലെ വന്ന വ്യക്തി എത്ര മനോഹരമായിട്ടാണ് ജോലി ചെയ്തത്. അപ്പൊ ഇയാൾ എന്തായാലും വൈകിട്ട് പൈസ മേടിക്കാൻ പറ്റില്ലോ. അപ്പൊ എന്തായാലും കാണാൻ വിചാരിച്ചിട്ട് അയാൾ പൈസ മേടിക്കാൻ വന്നു. പറഞ്ഞു, താങ്കൾക്ക് ഞാൻ കൂലി തരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം താങ്കൾ പകുതി പണി എടുത്തില്ല. പകുതി പണി സമയം നിങ്ങൾ വെറുതെ ചെലവഴിക്കുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, സാർ ഒന്ന് വരൂ, ഞാൻ ചെയ്ത വർക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഞാൻ വിറക് വെട്ടിയ വിറക് കാണിച്ചു കൊടുത്തു. ഇന്നലെ വെട്ടിയ വിറക് 100 kilo ആയിരുന്നെങ്കിൽ ഇന്ന് അയാൾ വെട്ടിയത് 500 kilo വിറകാണ് വെട്ടിയത്. എങ്ങനെയാണ് സംഭവിച്ചത്? സാർ ഞാൻ അരമണിക്കൂർ ജോലി ചെയ്യുന്നു, പിന്നെ നിങ്ങൾ എന്നെ കാണുന്നില്ല. അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞത്. ആ സമയം ഞാൻ എന്റെ മഴു ഷാർപ്പൻ ചെയ്യുകയും അല്ലെ, എന്റെ മഴുവിന് ഞാൻ മൂർച്ച കൂട്ടുകയും കൂടുതൽ ഉത്പാദനക്ഷമതയ്ക്ക് വേണ്ടി. അത് കാരണമാണ് എനിക്ക് ഇത്രയും വിറക് വെട്ടാൻ കഴിയും. അതുപോലെയാണ് കുട്ടികൾ. നമ്മളൊരു 1/2 hour 25 minutes അല്ലെങ്കിൽ 30 minutes നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഒരു 5 minutes ബ്രേക്ക് എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് അവർ പഠിക്കും. അപ്പൊ ആ രീതിയിലാണ് പഠിക്കണം എന്ന് പറഞ്ഞത്. ഒരു ഒപ്റ്റിമിസം അല്ലെ, നമ്മൾ എല്ലാത്തിനും ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം നമ്മൾ. ഏത് കാര്യം, നമ്മളെ പ്രാർത്ഥനയിൽ പോലും എന്റെ പരീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത്, ഇതിലെല്ലാം ഒരു നെഗറ്റീവ് ചിന്താഗതി കടന്നു വരാനായിട്ട് ഒരിക്കലും പാടില്ല. എപ്പോഴും ഒരു പോസിറ്റീവ്, എനിക്ക് സാധിക്കും, എനിക്ക് പഠിക്കുവാൻ കഴിയും, എനിക്ക് നല്ല മാർക്ക് നേടുവാൻ കഴിയും. അതിനെന്റെ ടീച്ചർമാരും എന്റെ പാരന്റ്സും എന്റെ മെന്റേഴ്സും എന്റെ ഫ്രണ്ട്സും എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സർവോപരി ഈശ്വരാധീനവും എനിക്കുണ്ട്. അപ്പൊ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ശുഭാപ്തി വിശ്വാസം ആ കുട്ടിക്ക് വേണ്ടതാണ്. പിന്നെ കമ്മിറ്റ്മെന്റ്, ഇത് വേണ്ടത് എനിക്ക് വേണ്ടിയാണ് ഈ പരീക്ഷ അല്ലെ, അല്ലെങ്കിൽ പാരന്റ്സിന് വേണ്ടിയിട്ടോ ടീച്ചർക്ക് വേണ്ടിയിട്ടോ മറ്റാർക്കും അധ്യാപകർക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഈ പരീക്ഷയിൽ വിജയം നേടിയാൽ അത് എനിക്ക് വേണ്ടിയാണ്. സ്വയം ഒരു കമ്മിറ്റ്മെന്റ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇതൊക്കെ സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാനിപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ട് നമ്മുടെ പരീക്ഷാ ഹാളിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ പഠിക്കണം? നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റിയാണ് കൊടുത്തേക്കുന്നത്. 2.5 പെറ്റാബിറ്റ് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി പറയുന്നത്. 2.5 പെറ്റാബിറ്റ്, ഒരു പെറ്റാബിറ്റ് എന്ന് വെച്ചാൽ 1024 ടെറാബൈറ്റ് ആണ്. ഒരു ടെറാബൈറ്റ് ഈസ് ഈക്വൽ ടു 124 GB. സോ ദാറ്റ് ഈസ് 25 lakhs GB ആണ് നമ്മുടെ മനുഷ്യന്റെ എന്താ പറയാ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്നാ പറയുന്നത് അല്ലെ. ക്യാൻ ലേൺ 40 languages ബൈ ഹാർട്ട് ബൈ എ ഫുൾ ഓഫ് എൻസൈക്ലോപീഡിയ. ഒരു എൻസൈക്ലോപീഡിയ നമുക്ക് ഫുള്ളായിട്ട് ബൈ ഹാർട്ട് ചെയ്യാം. 40 languages പഠിക്കാനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനുണ്ട്. ഈക്വൽ ടു എന്താ പറയുന്നത് ഡിഗ്രി ഇൻ 1 dozen യൂണിവേഴ്സിറ്റി. 1 dozen യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രികളൊക്കെ പഠിക്കാനായിട്ടുള്ള
കഴിവ്, കപ്പാസിറ്റി ഒക്കെ നമ്മുടെ ബ്രെയിനിൽ. നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈലിലൊക്കെ എത്ര മെഗാ പിക്സൽ ഉണ്ട് ക്യാമറ? 50, 60 ഒക്കെ ഉണ്ടാവും അല്ലെ? നമ്മുടെ കണ്ണിന്റെ മെഗാ പിക്സൽ നോക്കിയാൽ 576 മെഗാ പിക്സലാണ് നമ്മുടെ കഴിവ് അല്ലെ? ഈ കണ്ണും ഈ ബ്രെയിനും ഒക്കെ നമുക്ക് എന്തിനാ തന്നത് അല്ലെ? മനുഷ്യന് മാത്രമാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ബ്രെയിനൊക്കെ തന്നിട്ടുള്ളത്. അത് നമുക്ക് പുരോഗതിയിലേക്ക് നമുക്ക് നേടുവാൻ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇനിയോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ എൻവയറമെന്റ്, പഠനത്തിന്റെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് പഠിക്കാം. എപ്പോഴും നമ്മുടെ സ്റ്റഡി സ്പേസ്, ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ്, നമ്മളുടെ പഠന അന്തരീക്ഷം, ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടായിരിക്കുക. ആ സ്റ്റഡി ടേബിളിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് വരുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുക. TV, അതുപോലെ തന്നെ റേഡിയോ അല്ലെങ്കിൽ മൊബൈൽ, എല്ലാ കാര്യങ്ങളും മാറ്റി വളരെ നീറ്റായിരിക്കും. നമുക്ക് എഴുതേണ്ട പുസ്തകങ്ങൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ, നമ്മുടെ നോട്ടുകൾ, നമുക്ക് വേണ്ട ടൂൾസുകൾ, അത് മാത്രം അവിടെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. മറ്റൊരു ഡിസ്ട്രാക്ഷനും ഉണ്ടാകാൻ സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു എൻവയറമെന്റ്, ഒരു സ്ഥലം കണ്ടുപിടിക്കുക. സ്റ്റേ ഫ്രം ഡിസ്ട്രാക്ഷൻസ് ആൻഡ് അൺവാണ്ടഡ് തോട്ട് അല്ലെ? മറ്റുള്ള ചിന്തകളും ഡിസ്ട്രാക്ഷൻസ് വരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് മാറ്റുക. ക്രിയേറ്റ് എ സ്റ്റഡി ടൈം ടേബിൾ. നിങ്ങൾക്കൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടായി. ഏതൊരു കുട്ടികൾക്കായാലും നമ്മൾ ഒരു പരീക്ഷ അടുത്ത് വരുന്നു അല്ലെങ്കിൽ പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഞാൻ ഇത്ര 6 മണിക്ക് എഴുന്നേൽക്കുന്നു, 6 to 8 എന്റെ സ്റ്റഡി ടൈം, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 7 to 9 എന്ന പോലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കുക. നിങ്ങൾ ഫോളോ ചെയ്യുക. ഫ്ലാഷ് കാർഡ്, പഠിക്കുന്ന ചെറിയ ചെറിയ ഫ്ലാഷ് കാർഡുകളൊക്കെ നമ്മളുടെ സ്റ്റഡി ടേബിളിന് ചുറ്റും നമ്മൾ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ട്രൈ ടു സ്റ്റഡി ഗ്രൂപ്പ് ആൻഡ് ടീച്ച് യുവർ ഫ്രണ്ട്സ് അല്ലെ? അത് ഭയങ്കര ഒരു മെത്തേഡ്. നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ചെറുപ്പകാലത്ത് ഗ്രൂപ്പ് സ്റ്റഡി കുറവാണ് അല്ലെ? വളരെ എക്സ്പീരിയൻസസ് അല്ലെ? ദ ബെസ്റ്റ് ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? എങ്ങനെയാണ് നമ്മുടെ അധ്യാപകർ കുറെ പേരുണ്ട്. ഈ അധ്യാപകരൊക്കെ നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ പഠിച്ചിട്ടാണോ? നിങ്ങൾ അധ്യാപകരായപ്പോഴല്ലേ ഇതൊക്കെ പഠിച്ചത് കൂടുതലായിട്ട്? ഞാൻ അങ്ങനെയാണ്. നമ്മളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പൊ ദ ബെസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ഇസ് ടീച്ചിങ്. ടീച്ചിങ് ഇസ് ദ ബെസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട്, അത് ഗ്രൂപ്പിൽ അധികം പേര് വേണ്ട, 2 or 3 പേര് മാക്സിമം 3 പേര് മതി. അപ്പൊ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്ത് പഠിക്കുക, അതിനുശേഷം നമ്മൾ അത് മറ്റുള്ളവരെ, മറ്റു 2 പേരെ പഠിപ്പിക്കും, ടീച്ച് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ചാപ്റ്റർ വേറൊരു കുട്ടി പഠിപ്പിക്കുക, ആ കുട്ടി അത് നമ്മളെ ടീച്ച് ചെയ്യുക. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ആണ് ഈ ഗ്രൂപ്പ് എന്താ പറയുക, ടീച്ചിങ് സ്റ്റഡി എന്ന് പറയുന്നത്. ആ രീതിയിൽ ചെയ്യുക. പിന്നെ പുട്ട് യുവർസെൽഫ് ടു ടെസ്റ്റ്. നമ്മൾ എത്രമാത്രം പഠിക്കുന്നുണ്ടോ എന്ന് നമ്മളെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? നമ്മൾ പഠിക്കുന്നു, അത് നമ്മൾക്ക് പേപ്പറിൽ, പരീക്ഷാ പേപ്പറിൽ എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ചാപ്റ്ററിലത്തെ ടെക്സ്റ്റിലെ പുറകിൽ വരുന്ന ചോദ്യങ്ങൾ ഒരു കടലാസിൽ എഴുതി നമുക്കത് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. ചിലർക്ക് മനസ്സിലായിട്ടാവും, പക്ഷെ അത് പേപ്പറിലേക്ക് പകർത്തുവാൻ അവർക്ക് ഒരു കഴിവുണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. ചില കണക്കുകളൊക്കെ, ഈ മാത്സ് ഒക്കെ ചില കുട്ടികൾ എന്താ ചെയ്യാൻ, അതിങ്ങനെ അവർ നോക്കി ഇങ്ങനെ വായിക്കും, നോക്കിയൊക്കെ വായിച്ച് കറക്റ്റ് ഇതൊക്കെ എനിക്ക് അറിയണം, ഇതൊക്കെ എനിക്ക് അറിയണം. പക്ഷെ പരീക്ഷ പേപ്പർ കിട്ടുമ്പോ അതിന്റെ ഒരു സ്റ്റെപ്പ് വഴിയാണ് അത് എഴുതുന്നത്. ആ സ്റ്റെപ്പുകൾ മറന്നുപോയാൽ പിന്നെ ഒന്നും കിട്ടില്ല. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി തന്നെ നമ്മൾ സ്റ്റെപ്പുകൾ ചെയ്യും, മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ എടുത്ത് ആൻസർ ചെയ്യണം. പിന്നെന്താ പറയുന്നത്? റെഗുലർ ബ്രേക്സ് എടുക്കണം അല്ലെ? പഠിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, റെഗുലർ ബ്രേക്സ് എടുക്കണം. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് എടുക്കണം. എന്നിട്ട് കുറച്ചു നേരം നടക്കണം. അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടോ. നമ്മൾ ഒരു 1/2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു പാട്ട് കേട്ടു, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ചെയ്തു, ഒരു വെള്ളം കുടിച്ച് കുറച്ചു നേരം നടക്കുക, ഒരു പച്ചപ്പിലേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ പഠിക്കരുത്. എന്താ പറയുന്നത്? ബി ഹെൽത്തി ആൻഡ് ടേക്ക് യുവർ യുവർസെൽഫ്. നിങ്ങളുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമയത്ത്. നല്ല പോഷകാഹാരം കഴിക്കണം. അപ്പൊ അതുകൊണ്ട് ആരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കണം. ഇതിൽ ഏതെങ്കിലും ആരോഗ്യത്തിന് എന്തൊക്കെ പ്രശ്നം വന്നാൽ അത് പരീക്ഷക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. സ്ലീപ്പ് വെൽ. ഇവിടെ എല്ലാം ഇരിക്കുന്ന കൗൺസിലേഴ്സ് ആണ്. അതിന്റെ ഞാൻ പ്രാധാന്യത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. സ്ലീപ്പ് വെൽ എന്നുള്ളത്. അപ്പൊ നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ ഇവർക്കൊക്കെ അത് ഓർമ്മിക്കുവാനായിട്ട്, എടുത്ത് എഴുതുവാനായിട്ട് സാധിക്കൂ. അല്ലെ രാത്രി ഉറക്കമില്ലാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്കൊന്നും സാധിക്കില്ല. നമുക്കൊരു 2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാം. പക്ഷെ 2 or 3 ദിവസം നമ്മൾ ഒട്ടും ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. അപ്പൊ ഉറക്കം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. 7 to 8 hours കുട്ടികൾ ഉറങ്ങണം എന്നുള്ളത്. ബിലീവ് യുവർ സെൽഫ്. നിങ്ങളിൽ വിശ്വസിക്കുക.
നിങ്ങൾക്ക് കഴിയും എന്നുള്ളൊരു ചിന്ത മാത്രം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരും. ഇതെല്ലാം എനിക്ക് കഴിയും, അതിനുള്ള എല്ലാ കഴിവും കപ്പാസിറ്റിയും ഒക്കെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നെ അതിനെ സഹായിക്കാനായിട്ട് ഒരുപാട് പേർ എന്റെ ചുറ്റുമുണ്ട്. എന്റെ ടീച്ചേഴ്സ് ഉണ്ട്, എന്റെ മെന്റേഴ്സ് ഉണ്ട്, എന്റെ പാരന്റ്സ് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. സർവോപരി എല്ലാ പ്രപഞ്ചം തന്നെ എന്നെ സഹായിക്കുവാനാണ് എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട് മാത്രം കുട്ടികളിലേക്ക് കൊണ്ടുവരിക. പിന്നെ ബ്രെയിൻ ജിം എന്ന് പറയുന്ന ചില എക്സസൈസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചില എക്സസൈസുകളാണ് ബ്രെയിൻ ജിം. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിരുന്നേ അറിയാൻ കഴിയും. ഒന്നും പറ്റില്ല, നമുക്ക് രാവിലെ നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾ വലത് കൈ കൊണ്ട് ബ്രഷ് ചെയ്യുന്നതിന് വരെ ഇടത് കൈ കൊണ്ട് ബ്രഷ് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അപ്പൊ അതിന്റെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും കുറച്ച് ആക്റ്റീവായി. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ ഇതാണ് ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയുന്നത്. മെമ്മറി നമ്മൾ എന്തുകൊണ്ടാണ്, നമ്മൾ ഒരു ദിവസം ഇന്ന് നമ്മൾ ഒരു ലെസൺ പഠിച്ചു, 24 മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ 90% നമ്മൾ മറക്കും. ഇതാണ് ഈ ഫോർഗെറ്റിംഗ് കർവ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ എന്താണ് ചെയ്യുന്നത്, അപ്പൊ അതിനൊരു റിവിഷൻ, ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മെമ്മറി നമുക്ക് പൂർണ്ണമായിട്ട് നിലനിർത്താൻ പറ്റും. അല്ലേ, ഒരു 80 ഒരു ദിവസം കഴിയുമ്പോൾ 24 hours 80. അപ്പൊ ആ 80 വെച്ച് നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്യണം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യം റിവിഷൻ ടെക്നിക് എന്ന് പറയുന്ന ഒരു ഇത് വരുന്നുണ്ടായാലും ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതാണ് പറയുന്നത് റിവിഷൻ ആഫ്റ്റർ 1 hour. ഇത് ഞാൻ പറയുന്നതിൽ പറഞ്ഞില്ലേ, കാരണം റിവിഷന്റെ ഒക്കെ സമയം കഴിഞ്ഞു, കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകണം. അപ്പൊ അതുകൊണ്ട് ഞാനിതൊന്നും ജസ്റ്റ് പറയുന്നില്ല. നമ്മൾ പഠിച്ച ഒരു പാഠഭാഗം 1 മണിക്കൂറിന് ശേഷം റിവൈസ് ചെയ്യുക, അതിനുശേഷം 24 മണിക്കൂറിന് ശേഷം റിവൈസ് ചെയ്യുക, അതിനുശേഷം 7 ഡേയ്സിന് ശേഷം റിവൈസ് ചെയ്യുക, അതിനുശേഷം 21 ഡേയ്സിന് ശേഷം റിവൈസ് ചെയ്യുക, അതിനുശേഷം 60 ദിവസത്തിന് ശേഷം റിവൈസ് ചെയ്യുക. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിരിക്കും. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യണമായിരിക്കും, അല്ലെ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വണ്ടി വന്നാലും നമ്മൾ ഫോൺ ചെയ്തിട്ട് ഗിയർ മാറ്റുന്നു, ക്ലച്ച് അമർത്തുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ആക്ഷൻ വരുന്നു. എന്നതുപോലെ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എടുത്ത് എഴുതുക വേണ്ടു. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വർക്കില്ല. നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞ് റിവൈസ് ചെയ്യുന്നു, അല്ലെ, ഇന്ന് പഠിച്ചത് 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്യുന്നു, 1 ദിവസം കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്യുന്നു, 7 ദിവസത്തിന് ശേഷം വീണ്ടും റിവൈസ് ചെയ്യുന്നു, 21 ഡേയ്സിന് ശേഷം വീണ്ടും റിവൈസ് ചെയ്യുന്നു, ആഫ്റ്റർ 60 ശേഷം വീണ്ടും റിവൈസ് ചെയ്യുന്നു. ഒരിക്കലും മറക്കില്ല. അതങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഈ ഒരു പാറ്റേണിൽ പോകുക എന്നുള്ളത്. ഇതൊക്കെ പോമറാഡോ ടെക്നിക്ക്, അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഇതൊക്കെ കുറെ ടെക്നിക്ക്, ന്യൂമോണിക്സിന്റെ ഒക്കെ കുറെ ഇതുകളുണ്ട്. ഇപ്പൊ സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പഠനം ഇതൊക്കെ ആ രീതിയിലൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഞാൻ ആദ്യത്തെ ഒരു സെന്റൻസ് മാത്രം വായിക്കാം. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ആസ് നൂഡിൽസ് എന്ന് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നു? ഒരു ന്യൂമോണിക്സ് ആണത്. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ആസ് നൂഡിൽസ്. ആർക്കെങ്കിലും എന്തെങ്കിലും റിലേറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഓഡിബിൾ അല്ലേ സാർ? അതെ അതെ. യെസ്, താങ്ക് യു. എന്തെങ്കിലും ഒന്ന് ഇത് ചെയ്യാം. ഒരു ന്യൂമോണിക്സ് ആണിത്. ഇതിന്റെ ആദ്യത്തെ ലെറ്റർ വെച്ച് നമുക്കൊരു സംഭവം കണ്ടുപിടിക്കാം. നമുക്ക് മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ആസ് നൂഡിൽസ്. ഇത് കുട്ടികളൊക്കെ നേരത്തെ പഠിക്കണ്ടേ, ഇപ്പൊ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. എന്നാലും നിങ്ങളുടെ അറിവിലേക്കിട്ട് പറയണം. ഒന്ന് ഓർക്കാമോ? ഒന്ന് ട്രൈ ചെയ്യൂ. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. സോളാർ സിസ്റ്റം അങ്ങനെ തന്നെ നമുക്ക് കിട്ടി. ഈ ഒരു വാചകം നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ആദ്യത്തെ ലെറ്ററുകൾ നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാർ സിസ്റ്റത്തിന്റെ എല്ലാ ഗ്രഹങ്ങളെയും കുറിച്ചിട്ടുള്ള നമുക്ക് കിട്ടി, അല്ലെ? മാസ്, വീനസ്, എർത്ത്, മെർക്കുറി, ജൂപ്പിറ്റർ, എന്താണ്, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അതിന്റെ ആദ്യത്തെ അതാണ് മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ആസ് നൂഡിൽസ്. അതുപോലെ തന്നെ പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് 5 തരത്തിലുള്ള പഞ്ചമഹാസമുദ്രം ഉണ്ട്. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, സദേൺ, ആർട്ടിക്. അങ്ങനെ പല മെത്തേഡുകളുണ്ട്. സ്റ്റോറി മെത്തേഡുകളുണ്ട്, ചെയിൻ മെത്തേഡുണ്ട്. ഞാൻ പതുക്കെയൊന്നും പോകുന്നില്ല. അതിൽ കൂടെയൊക്കെ എങ്ങനെ കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ളത് ഇതൊന്നും ഇപ്പൊ പറയേണ്ടതല്ല. ഇതൊക്കെ കുറെ മുൻപ് പറയേണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ചെയിൻ മെത്തേഡ് എന്ന് വെച്ചാൽ വളരെ സംഭവം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ചെയിനായിട്ട് ബന്ധപ്പെടുത്തി, ഒരു കഥയായിട്ട് ബന്ധപ്പെടുത്തി പറയും. അത്രയേ ഉള്ളൂ. ഇപ്പൊ കുറെ കാര്യങ്ങൾ കൂടെ ബോട്ടിൽ, ഗേറ്റ്, ഗ്ലാസ്, പെൻ, ഷർട്ട്, എയറോപ്ലെയിൻ, വിരാട് കോഹ്ലി, കുഴിമന്തി, സ്വിമ്മിംഗ് പൂൾ, ഫുട്ബോൾ,
കുറെ റാൻഡമായിട്ട് കുറെ പേരുകളുണ്ട്. ഇത് നമുക്ക് ആ ഓർഡറിൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റും, കഴിയും ആർക്കെങ്കിലും ഇത് നോക്കാതെ? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? പക്ഷെ നമ്മളിതൊരു സ്റ്റോറി രൂപത്തിൽ, ഒരു ചെയിൻ മെത്തേഡിലേക്ക് നമുക്കിത് പറയാൻ കഴിയും. നോക്കൂ, ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കും, ഒരു ഇമാജിനേഷൻ, ഒരു വലിയൊരു ബോട്ടിലാണ്, ഒരാളുടെ വലുപ്പമുള്ള ഒരു ബോട്ടിൽ. ആ ബോട്ടിൽ ഇങ്ങനെ നടന്നു വന്ന് ഗേറ്റ് തുറന്നു. നിങ്ങളെ കണ്ണടച്ച് എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യുക കേട്ടോ. ഇന്ന് ഇമാജിൻ ചെയ്യാൻ ഞാൻ പറയുന്നത്, ഒരു ബോട്ടിൽ ഇങ്ങനെ നടന്നു വന്ന് ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറക്കുമ്പോൾ മുമ്പിൽ ഒരു വലിയൊരു ഗ്ലാസ് ഇരിക്കുന്നവിടെ. അപ്പൊ ഗ്ലാസ്സിൽ എന്തുണ്ട്? ഒരു പെന്ന വെച്ചിരിക്കുന്നു, പെൻ. അപ്പൊ പെൻ കണ്ടപ്പോ ഇയാൾ എന്ത് ചെയ്തു? പെൻ കണ്ടപ്പോ പെൻ എവിടെ? നമ്മൾ ഷർട്ടിലെ പോക്കറ്റിലാണ് എന്ത് ചെയ്യാ? പെൻ കുത്താറ്. അപ്പൊ പെന്നെടുത്ത് ഷർട്ടിൽ വെച്ചു. ഷർട്ടിൽ വെച്ചപ്പോ മുകളിൽ ഒരു ശബ്ദം കേട്ടു. ഒരു എയറോപ്ലെയിന്റെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. എയറോപ്ലെയിൻ പോകുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പൊ നമ്മൾ മേലോട്ട് ഇങ്ങനെ നോക്കിപ്പിണ്ടാ, എയറോപ്ലെയിന്റെ വിൻഡോ കൂടെ വിരാട് കോഹ്ലി തലയിട്ട് ആട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഹായ് കൊടുക്കുന്നു. അപ്പൊ വിരാട് കോഹ്ലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുന്നത് കുഴിമന്തിയാണ്. കുഴിമന്തി കണ്ട പുള്ളിക്കാരൻ അവിടെ കമന്നഴിച്ചു വിടുന്നു. കുഴിമന്തി കഴിച്ച വിരാട് കോഹ്ലി സന്തോഷം കൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്താൽ, ഇതൊക്കെ നമ്മുടെ ഭാവനയാണ് കേട്ടാ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓരോ കുട്ടിക്ക് പല വിധത്തിൽ ഇമാജിൻ ചെയ്യാം. അപ്പൊ സ്വിമ്മിംഗ് പൂളിൽ കളിച്ച വിരാട് കോഹ്ലിക്ക് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എന്ത് കിട്ടി? ഒരു ഫുട്ബോൾ കിട്ടി. വെരി സിമ്പിൾ. ഇനി നിങ്ങളിത് നോക്കാണ്ട് നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയും. ആരെങ്കിലും ഒന്ന് പറയൂ, ഇത് നോക്കാതെ ആരെങ്കിലും ഒന്ന് പറയും ഈ കഥ വെച്ചിട്ട്? ആരെങ്കിലും എനിബഡി പറയട്ടെ സാറേ, ശ്രമിക്കാം. ആ, ഒരു ബോട്ടിലിന്റെ അത്രയും വലിപ്പമുള്ള ഒരു ഗേറ്റ്. ആ. ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പോൾ ഒരു ഗ്ലാസ്സിൽ Okay. ഒരു പെൻ. ഓക്കെ പേനയെടുത്ത് ഷർട്ടിൽ കുത്തി. ഓക്കെ അപ്പോഴുണ്ട് മുകളിലൂടെ ഒരു പ്ലെയിൻ പോകുന്നു. പ്ലെയിനില് വിരാട് കോഹ്ലി ഒരു വിൻഡോയിലൂടെ നോക്കുന്നു. അദ്ദേഹത്തിന് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് പിന്നെ കുഴിമന്തിയാണ്. അത് കഴിച്ച് സന്തോഷം കൊണ്ട് അയാള് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. ചാടി കഴിഞ്ഞിട്ട് അവിടെ എന്ത് കിട്ടി ആൾക്ക്? അവിടെ നിന്നൊരു ഫുട്ബോൾ കിട്ടി. അല്ലെ? എത്ര എളുപ്പത്തില് ശീലമൻ പറഞ്ഞു അത്. നേരെ മറിച്ച് ഇത് ഓരോന്നും പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്താലും ഇത് പഠിക്കാം. ഇതൊക്കെ ഒരു ചെയിൻ മെത്തേഡ്, സ്റ്റോറി മെത്തേഡില് ഇത് പല, അതായത് രസതന്ത്രത്തില് ഇതിന്റെ മൂലകങ്ങളൊക്കെ ഇതേമാതിരി അടക്കാം. ഞാൻ മേലെ വെച്ചിട്ടുണ്ട് ഒരു സ്റ്റോറി മെത്തേഡ്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറേലിയം, ബൊറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഫാമിലിയാണ്. ഹൈഡ്രജൻ ഫാമിലി, അതിലത്തെ മൂലകങ്ങൾ ഓർക്കണം. ഞാൻ പെട്ടെന്ന് ഇതേപോലെ തന്നെ ഒരു സംഭവം പറയാം. വലിയൊരു ഹൈഡ്രജൻ ബലൂൺ. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ എന്നുള്ളത് കിട്ടി. ആ ഹൈഡ്രജൻ നമ്മൾ എന്തെന്ന് എഴുതുന്നു? HI, ഹീലിയം. HI എന്ന് ഇതിന്റെ ഹീലിയമായി. ആ ഹീലിയം ബലൂൺ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു, മുകളിലേക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിഥിയം കിട്ടി. അപ്പൊ കുറെ കഴിയുമ്പോൾ കുറെ ബീസുകൾ വന്നു. ബീസ് എന്ന് വെച്ചാൽ എന്താ? തേനീച്ചകൾ വന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബെറേലിയം കിട്ടി. കുറെ കഴിഞ്ഞപ്പോ നമ്മള് ബോറടിച്ചപ്പോ ഇത് താഴ്ത്തി എന്തിനു വെച്ചു? കാറിനകത്ത് വെച്ചു. അവിടെ കാർബൺ നമുക്ക് കിട്ടി. കാറിനകത്ത് വെച്ചപ്പോ രാത്രിയായി, നൈറ്റായി. അപ്പൊ നമുക്ക് നൈട്രജൻ കിട്ടി. വേഗം കാർ ഓടിച്ചു പോയി എന്താ? ഓക്സിജൻ. ഇങ്ങനെയൊക്കെ ഓരോ പല കഥകളായിട്ട് നമുക്ക് ഈ പഠനപാഠങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ കഴിയും, കുട്ടികൾക്ക് എടുക്കാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതൊക്കെ ഒരുപാടുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഇപ്പൊ നമുക്ക് പരീക്ഷ ഹാളിലത്തെ നമുക്ക് മാനേജ്മെന്റ് നോക്കാം. എന്താണ് നമുക്ക് പാരന്റ്സിന് ചെയ്യാൻ പറ്റുക? നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് സഹായിക്കാനായിട്ട് ഏത് വിധത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റും? There probably everyone dedicated parents out there and dedicated students. The first question from sincere and worried parent will be, what can I do to help my kid to better in school? അല്ലെ, എന്റെ മകനും അവരെ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. അല്ലെ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നെവർ പ്രഷറൈസ് ചിൽഡ്രൻ. അല്ലെ, അവരൊരിക്കലും പ്രഷറൈസ് ചെയ്യരുത് കുട്ടികൾ. അവരവരുടെ സ്വാഭാവികമായിട്ടുള്ള ഇതിൽ പഠിക്കട്ടെ. ഡു നോട്ട് കമ്പയർ വിത്ത് സിബ്ലിങ്സ് ആൻഡ് അതേഴ്സ്. നമ്മൾ നേരത്തെ പറയുന്ന, അല്ലെ, നമ്മുടെ അയൽക്കാരെ കുട്ടികളെ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിനെ വെച്ചോ അവരൊരിക്കലും കമ്പയർ ചെയ്യരുത്. ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ചിൽഡ്രൻ. എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ടൈം കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കുക. അല്ലെ, നമ്മൾ സ്കൂളൊക്കെ വിട്ടുവന്ന് എപ്പോഴും നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഇല്ലാത്തൊരു കാര്യമാണ് ഒരു ക്വാളിറ്റി ടൈം. അച്ഛന്റെ ഭാഗത്ത്, അമ്മയുടെ ഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോണായിട്ട് ഇരിക്കുമ്പോൾ കുട്ടിക്ക് അവിടെ അഡ്രസ്സ് ചെയ്യാനോ അവന്റെ പ്രശ്നങ്ങൾ പറയാനോ ആരുമില്ലാത്തൊരവസ്ഥ, അവനെ കേൾക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. ഒരു എമ്പത്തറ്റിക് ലിസണിങ് ആണ് കുട്ടിയുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. കുട്ടികളുടെ കാര്യമൊക്കെ
പറയുവാൻ കേൾക്കുവാനായിട്ടുള്ള ഒരു എംപത്തറ്റിക് ലിസൺ വേണം. അതുപോലെ തന്നെ ഹാവ് എ ചെക്ക് ഓൺ ദി ചൈൽഡ്സ് റുട്ടീൻ. ആ കുട്ടികളുടെ ദിവസം സമയങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ആ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത്. പ്രൊവൈഡ് അൺകണ്ടീഷണൽ സപ്പോർട്ട് വെച്ച് അല്ലെ, നമ്മുടെ കുട്ടിക്ക് നീ ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നത് തരാന്ന് ഒരിക്കലും പറയരുത്. ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് നമുക്ക്. എത്രയായാലും നമ്മുടെ മക്കളാണ് അത് അല്ലെ. നീ അത് പരീക്ഷയിൽ പാസ്സായെങ്കിൽ നിനക്ക് അത് മേടിച്ചു തരാനും നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ തരാം അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ പറയരുത്. അവൻ ആ രീതിയിൽ സപ്പോർട്ട്. ടോക്ക് ടു ദ ടീച്ചർ. അവന്റെ ക്ലാസ് ടീച്ചറുമായിട്ടും അവന്റെ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കുക. ഏതൊക്കെ തരത്തിലാണ് അവൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു, ക്ലാസ്സിൽ അവന്റെ പെർഫോമൻസ് എങ്ങനെയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ടീച്ചർ, അതായത് സ്കൂളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ആ ടീച്ചറുമായിട്ട് സംസാരിക്കുക, ബന്ധപ്പെടുക. അവന്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഡീവിയേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കുക. എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ് പെട്ടോണ്ടേ അവനെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക. എപ്പോഴും എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അവൻ 10 തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു 10 കാര്യത്തിൽ 9 കാര്യം അവൻ മോശമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ആ ഒരു കാര്യത്തെ പറ്റി അവനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അവനെ അഭിനന്ദിക്കുക. ഒരു സാൻഡ്വിച്ച് അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഒരു സാൻഡ്വിച്ച് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ലെയർ വയ്ക്കുന്നു, ആദ്യം അവനൊന്ന് അഭിനന്ദിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങളുടെ മക്കള് 2 വിഷയത്തിൽ തോറ്റു വന്ന, അവൻ മറ്റുള്ള വിഷയത്തിലൊക്കെ അവന് തിരക്കില്ലാത്ത മാർക്ക്, മാത്സ് വിഷയത്തിൽ അവൻ തോറ്റു വന്ന എങ്ങനെയാണ് നിങ്ങൾ അവനെ നേരിടുക? മാത്സ് വിഷയത്തിൽ അവൻ തോറ്റു, എങ്ങനെയാണ് നിങ്ങൾ ആ കുട്ടിയെ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നേരിടുന്നത്? ഒന്ന് പറയാം ആർക്കെങ്കിലും. എങ്ങനെയാണ് അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? ദേഷ്യപ്പെടുക, കൈവിട്ട് പോവും. പറഞ്ഞോളൂ. കൈവിട്ട് പോകില്ല. നമ്മുടെ പേരൻസിന് മറ്റൊരു മുഖമായിരിക്കും അപ്പൊ കാണുക. കൂടാതെ ഞാൻ ചിലപ്പോ ചോദിക്കാറുണ്ട്, എന്ത് പറ്റി മോളെ, ഇതുവരെയൊക്കെ ഗംഭീരായിരുന്നല്ലോ, ഇതെന്താ പറ്റി, 2 കുറഞ്ഞു പോയല്ലോ എന്ന് ചോദിക്കാറുണ്ട്. വെരി ഗുഡ്. അത്തരത്തിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മൾ നോക്കുക, അവരുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുക. അവന് ഇംഗ്ലീഷിൽ അവന് നല്ല മാർക്കുണ്ട്. ഇംഗ്ലീഷിൽ കഴിഞ്ഞ എക്സാമിൽ അവനത് 50ൽ 35 മാർക്ക് കിട്ടിയത് ഈ പ്രാവശ്യം അവന് 40 മാർക്കായിട്ട് കൂടിയിട്ടുണ്ട്. അവന്റെ പുറത്ത് തട്ടിന്ന് അഭിനന്ദിക്കുക. ഗുഡ്, വെൽ ഡൺ ബോയ്, നിനക്ക് 5 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അച്ഛന്റെ മോൻ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട്, ഇങ്ങനെ തന്നെ തുടരുക. അവന്റെ പുറത്ത് തട്ടി അഭിനന്ദിക്കുക. അവന് മലയാളം എടുത്തു വെക്കുക. മലയാളം പേപ്പറിലും അവന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അവനെ അഭിനന്ദിക്കുക. നീ മലയാളത്തിൽ വളരെ മിടുക്കനാണ്, നിനക്ക് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് കഴിവ് നിനക്ക് ഒരുപാടുണ്ട്, ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. മാത്സ് പേപ്പർ തോറ്റ പേപ്പർ എടുക്കുക. അച്ഛന്റെ മോൻ മാത്സിൽ തോറ്റുപോയി, കുഴപ്പമില്ല, നമുക്ക് പോട്ടെ. ഈ അച്ഛന്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായമാണ് എൻ്റെ മോന് വേണ്ടത്? ഈ അമ്മയുടെ ഭാഗത്തു നിന്ന് എന്ത് ഹെൽപ്പാണ് എൻ്റെ മോന് വേണ്ടത്? കണക്കിൽ കുറച്ച് മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടാൻ. ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ആ കുട്ടിയോട്, ഈ അപ്രോച്ചാണ് നമ്മൾ ആ കുട്ടിയോട് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത എക്സാമിൽ അവന് ഉറപ്പായിട്ടും അതിന് മാർക്ക് കൂടുതൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഞാൻ എന്താണ് നിനക്ക് കൂടുതലായിട്ട് ചെയ്തു തരേണ്ടത്? എന്ത് ഹെൽപ്പാണ് എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്? നിനക്ക് മാത്സിൽ കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടാൻ ഈ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ആത്മാർത്ഥമായിട്ട് അവരോട് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക. മറിച്ച് നമ്മൾ, നിനക്ക് എല്ലാ സൗകര്യം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, നിനക്ക് ട്യൂഷൻ തന്നിട്ടുണ്ട്, നിനക്ക് സൈക്കിൾ തന്നിട്ടുണ്ട്, നിനക്ക് ഗൈഡ് മേടിച്ചു തന്നിട്ടുണ്ട്, ഓൺലൈൻ ട്യൂഷൻ എല്ലാം തന്നിട്ടുണ്ട്, അടുത്ത വീട്ടിലെ കുട്ടിയെ നോക്കും, അവനിതൊന്നുമില്ല, എന്നിട്ടും അവൻ ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ട്, നിനക്ക് മാത്രം മാർക്കില്ല. ഇത്തരത്തിലാണ് നമ്മുടെ കുട്ടിയെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കിട്ടിയ മാർക്കിനേക്കാൾ കുറവായിരിക്കും ഉറപ്പായിട്ട് അടുത്ത പരീക്ഷ. ആ രീതിയിൽ പോകരുത്. അതെ സാർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അതെ, ഞാൻ എപ്പോഴും ഇവരെയൊക്കെ ചീത്ത പറയുന്ന സമയത്ത് ആദ്യം ഓർക്കുക എന്താണെന്നറിയോ, വിത്ത് ഗുണം. പെട്ടെന്നാണ് പിള്ളേർ പറയാണ്, അച്ഛൻ്റെ SLC ബുക്കൊന്ന് എടുക്കച്ചാന്ന് പറഞ്ഞാൽ ഞാൻ ഓടും. അപ്പൊ പിന്നെ നമുക്ക് അധികം പറയാൻ ആവില്ല, ഒരു ഭയമാ. അതെ, തീർച്ചയായും അത്രയുള്ളൂ. അപ്പൊ നമ്മൾ ആ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് കുട്ടികളോട് നമ്മൾ വേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ ശകാരിക്കുക, വഴക്ക് പറയുക, അടിക്കുക, അതിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. എന്ത് ചെയ്താലും അതൊക്കെ റിട്ടേൺ ആയിട്ട് തിരിച്ച് വിപരീത രീതിയിലേ നമുക്ക് വരുള്ളൂ. നമ്മുടെ പണ്ടത്തെ കാലത്ത് നമുക്ക് അടിച്ചാൽ, നമ്മൾ വഴക്ക് പറഞ്ഞാൽ നമുക്ക് വേദനിക്കുമായിരുന്നു, നമ്മൾ അതൊക്കെ റെക്ടിഫൈ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ജെൻസി കുട്ടികൾക്കൊന്നും അത്തരത്തിലുള്ള യാതൊരു സോഫ്റ്റ് കോർണറോ ഒന്നുമില്ല. അവരത് വേറെ രീതിയിൽ, അത് നെഗറ്റീവായിട്ട് വിപരീതമായിട്ട് അവർ പല രീതിയിലേക്കും വയലേറ്റ് ചെയ്ത് പോവാം. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അവരോട് നിങ്ങൾ ചേർന്നിരിക്കുക, അവരെ ചേർത്ത് പിടിക്കൂ.
അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട വേറെ ഒരു കാര്യം. എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ് ബട്ട് ഡോണ്ട് ആഡ്. ഫീഡ് ബ്രെയിൻ ഫുഡ്, നല്ല ഭക്ഷണങ്ങൾ കൊടുക്കും. ഇപ്പൊ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ, പരീക്ഷയ്ക്കൊക്കെ പ്രത്യേകിച്ച് പോകുമ്പോൾ നല്ല ബ്രെയിനായിട്ടുള്ള നല്ല ബ്ലഡ്, ചെറുതന്നെ ഈ പറഞ്ഞ മാതിരി ഇതുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കുക. അതൊക്കെ വരുന്നുണ്ട്, നിന്റെ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട് എന്താണ് എന്നുള്ളത്. ഇപ്പൊ പോകുമ്പോ പുതിയതായിട്ടുള്ള പരീക്ഷ സമയത്ത് പ്രത്യേകിച്ചും പുതിയതായിട്ടുള്ള ഫുഡുകളൊന്നും പരീക്ഷിക്കരുത്. അതുപോലെ തന്നെ പുതിയ ഡ്രസ്സുകളും അവർക്ക് ഇട്ടുകൊടുക്കണ്ട. പുതിയ പെൻ, എഴുതുന്ന പെൻ വരെ നമ്മൾ പുതിയ പെന്നായിരിക്കരുത്. കാരണം പരീക്ഷയുടെ 2-3 ദിവസം മുമ്പ് നമ്മൾ സാധാരണ എഴുതുന്ന പെൻ തന്നെ വാങ്ങി ആ പെൻ തന്നെ കുറച്ച് ഉപയോഗിച്ച് 1 ദിവസം 2 ദിവസം ഉപയോഗിച്ച് ആ പെൻ വേണം നമ്മൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. അല്ലാതെ പോകുന്ന വഴിയിൽ പുതിയൊരു പെന്ന് മേടിച്ച് നമ്മൾ പരീക്ഷ കൊണ്ടുപോകും. കാരണം അത് എങ്ങനെയാണ് നമ്മുടെ സ്പീഡിന് ഒക്കെ ബാധിക്കും. പല പെന്നും പല രീതിയിലാണ്. അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ ബോൾ പെൻ, ബ്ലാക്ക് ഓർ ബ്ലൂ ബോൾ പെൻ തന്നെ ഉപയോഗിക്കാം. ഇത് പെൻ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കും. പുതിയ ഡ്രസ്സുകളൊന്നും നമുക്ക് ചിലപ്പോൾ കംഫർട്ട് ആവില്ല. ഞാൻ ഈ ഡ്രസ്സ് ഇട്ട അയ്യേ അവൻ എന്നെ അങ്ങനെ നോക്കുന്നുണ്ട്, എന്റെ ഡ്രസ്സ് മോശമായിട്ടാണ് എന്നെ നോക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ഫുഡുകളൊക്കെ കഴിച്ച് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ വയറിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക, ഒന്നും വേണ്ടതോ. ഇനി എക്സാമിനേഷൻ ടിപ്സ്. ഹാളിൽ പോയാൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ എക്സാമിന്റെ തലേ ദിവസം നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് തോട്ട്സ് ആണ് വേണ്ടത്. ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം കഴിയും, എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു തോട്ട്സ് ആണ് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച നിങ്ങളുടെ അധ്യാപകരെ, ഗുരുക്കന്മാരെ വിളിക്കുക. അവരെ നേരിൽ കാണാൻ പറ്റില്ല, തലേദിവസം ഒന്ന് വിളിക്കുക. ഫോൺ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊന്ന് വിളിക്കുക. ബ്ലെസ്സിങ് മേടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം. എന്താ പറയുക, ലിസ്റ്റ് ഔട്ട് ഓഫ് ദ മെറ്റീരിയൽസ് ടു ബി ക്യാരിഡ് ടു എക്സാം ഹാൾ. അതായത് എക്സാമിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ, എന്തൊക്കെ തിങ്സ് ആണോ നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകുന്നത്, അതിന്റെ ഒരു ലിസ്റ്റ് എടുക്കുക, ഒരു ചെക്ക് ലിസ്റ്റ് എഴുതുക. ഓരോ കാര്യങ്ങൾ എടുത്തു വെക്കുന്നവ, പെൻസിൽ എടുക്കുന്നു, പേൻ എടുക്കുന്നു, എറേസർ എടുക്കുന്നു, സ്കെയിൽ എടുക്കുന്നു, ഹോൾ ടിക്കറ്റ് എടുക്കുന്നു, എല്ലാം നമ്മൾ ഓരോന്നും വെച്ച് 1 by 1 ആയിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു കിറ്റിൽ ഭദ്രമായിട്ട് ചെയ്തു വെക്കുക. ഇനി ഇതിലൊന്നും എടുക്കാനില്ല, എല്ലാ കാര്യവും ഞാൻ ഉറപ്പാക്കി എന്നുള്ള രീതി. പിന്നെ എന്താ പറയുന്നത്, വെൽ ബിഫോർ റീച്ച് ദ എക്സാം ഹാൾ. അപ്പൊ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ രാത്രി അന്ന് തലേദിവസം ഉറങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടത്, സാധാരണ അധിക സമയമൊന്നും എടുക്കും, നിങ്ങൾ മാക്സിമം 10 മണി വരെ നിങ്ങൾ പഠിക്കേണ്ട. പുതിയ കാര്യങ്ങളൊന്നും പഠിക്കരുത്. പരീക്ഷയുടെ തലേദിവസം അല്ലെങ്കിൽ പരീക്ഷയുടെ 2 ദിവസം മുമ്പോ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കരുത്. പഴയ കാര്യങ്ങൾ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. അത്രമാത്രം ചെയ്യണ്ടോ, വലിയ പഠിപ്പൊന്നും. 10 മണിക്ക് തന്നെ നിങ്ങൾ കിടന്നു, അതിന് യാതൊരു പ്രശ്നവും. വൈകി ഇറങ്ങുന്ന ഇന്നത്തെ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് വൈകി ഇറങ്ങുന്ന കുട്ടികളാണ് അല്ലെ. എന്തായാലും പാറ്റേൺ ഒക്കെ ഉണ്ടല്ലോ, ഓൾഡ് പാറ്റേൺ എന്നൊക്കെ പറയും. വൈകി ഉറങ്ങുന്ന കുട്ടികൾ, പരീക്ഷ ദിവസം നിങ്ങൾ എന്തായാലും വൈകി ഉറങ്ങണ്ട. നേരത്തെ ഒരു 10 മണിക്ക് തന്നെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ണടച്ച് നിങ്ങൾ ഒരു വിഷ്വലൈസേഷൻ ചെയ്യുക. നാളെ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, എക്സാം ഹാളിലേക്ക് പോകുന്നു, എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുക അല്ലെ. നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് ആണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ വിഷ്വലൈസേഷൻ ചെയ്യാൻ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുന്നു, കൂളിംഗ് ടൈമിൽ നമ്മൾ വായിച്ചു നോക്കുന്നു, 15 മിനിറ്റ് വായിച്ചു നോക്കുന്നു, വലിയ സന്തോഷമാകുന്നു. ഞാൻ പഠിച്ച ചോദ്യങ്ങളെല്ലാം അതേപടി തന്നെയുണ്ടോ. എന്നിട്ട് നിങ്ങൾ എഴുതുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എല്ലാ ചോദ്യത്തിനും ആൻസർ എഴുതുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അവസാനം എല്ലാ ചോദ്യങ്ങളും എഴുതി അതിനുശേഷം പേപ്പർ ഒന്ന് വായിച്ചു നോക്കി പേപ്പർ കുഞ്ഞിക്കൂട്ടി കെട്ടി സന്തോഷത്തോടു കൂടി ടീച്ചർക്ക് കൈമാറുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യും. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും. ഇങ്ങനെ വേണം നിങ്ങൾ കിടന്ന് ഉറങ്ങുവാനായി. പിറ്റേ ദിവസം രാവിലെ 5 മണിക്കോ 6 മണിക്കോ എഴുന്നേറ്റ് ഒന്ന് മറച്ചു നോക്കി പുതിയതായിട്ട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. ഡ്രസ്സൊക്കെ നല്ല അയൺ ചെയ്ത് തലേദിവസം തന്നെ വെക്കണം. നല്ല രീതിയിൽ നീറ്റിൽ ഡ്രസ്സ് തന്നെ വെക്കണം. ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ ബ്രെയിൻ ഫുഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുക. ആവിയിൽ പുഴുങ്ങിയ പുട്ട്, ഇഡ്ഡലി അല്ലെങ്കിൽ ചെറുപയറിന്റെ തോരൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. ഒരിക്കലും ഉരുളൻകിഴങ്ങ് അതൊന്നും നമ്മൾ കഴിക്കാതിരിക്കുക. അത് ബ്രെയിൻ ഫുഡ് അല്ല, അത് നമ്മുടെ ശരീരത്തിനുള്ള ഒരു ഫുഡാണ്. കപ്പയും അതുപോലെ തന്നെ മസാല ദോശയൊക്കെ കഴിക്കാൻ തുടങ്ങി അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നേരെ മറിച്ച് മറ്റുള്ള കഞ്ഞി, പയറ്, പുട്ട്, ഇഡ്ഡലി അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിക്കാം. സ്കൂളിൽ നിന്ന് നമ്മൾ എന്താ വെൽ ബിഫോർ റീച്ച് ദ എക്സാം ഹാൾ അല്ലെ. 10 മണിക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു 1/2 മണിക്കൂർ അഡ്വാൻസ് ആയിട്ട് 9:30 തന്നെ സ്കൂളിൽ എത്തുന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെടണം. അപ്പൊ റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് കണ്ട് എങ്ങനെ അവിടെ മുൻപായിട്ട് പോകുന്നതിന് മുൻപ്
വീട് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പേരൻസിന്റെയും ഗ്രാൻഡ് പേരൻസിന്റെയും അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വലിയൊരു കാര്യമാണ്. കാരണം അവർ ദിവസവും ഏത് നേരം പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പാരന്റ്സ് അവരുടെ മനസ്സിൽ അവർ ജോലി ചെയ്യുന്നു. ഇപ്പൊ അമ്മ അടുക്കളയിൽ ജോലി ചെയ്യായാലും അച്ഛൻ പുറത്തു പോയി ജോലി ചെയ്യായാലും അവരുടെ മനസ്സിൽ എപ്പോഴും എന്റെ കുട്ടി നന്നായിട്ട് പരീക്ഷയിൽ പെർഫോം ചെയ്യുന്നത് അത് തന്നെയായിരിക്കും അവരുടെ മനസ്സിൽ. അപ്പൊ അവരുടെ കാലിൽ തൊട്ടിട്ട് അനുഗ്രഹം മേടിക്കുക. അവരുടെ കൈ നിങ്ങളുടെ മൂർധാവിൽ അമരുമ്പോൾ തലയിൽ കൈവയ്ക്കുമ്പോൾ ഒരു എനർജി നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതൊന്നും മടിക്കുക. നേരെ തന്നെ നമ്മൾ എവിടേക്ക് പോകും? എക്സാം ഹാളിലേക്ക് പോകും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പലരും വരും. അവരൊക്കെ കാണുമ്പോൾ അവരോട് ഡിസ്കഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യും. ഒരു ഡിസ്കഷൻ അവരോട് വേണ്ട. ഹലോ ഹായ് അത് മാത്രം പറഞ്ഞാൽ മതി. ഒന്ന് ചിരിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. അവർ കണ്ട ആദ്യമായിട്ട് എന്താ ചോദിക്കുക? നീ അത് പഠിച്ചോ, ഇത് പഠിച്ചോ, ആ ചാപ്റ്റർ പഠിച്ചോ, ടീച്ചർ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്, ഈ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ ആബ്ദവശാൽ നമ്മൾ ചിലപ്പോൾ നിർഭാഗ്യവശാൽ നമ്മൾ ആ പോർഷൻ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. അത് മതി നമുക്ക് സ്ട്രെസ് കൂടാനായിട്ട്. സ്ട്രെസ് ഉണ്ടായി എന്ത് വരും? സ്ട്രെസ് വന്നാൽ പിന്നെ ഭയങ്കര പ്രശ്നം, നമ്മളെ പിടിച്ചാൽ കിട്ടും. അപ്പൊ ആ രീതിയിലായിരിക്കും. അപ്പൊ ഒരിക്കലും അത് ചെയ്യരുത്. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെ ചിരിച്ച് ഹലോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആരുടെ കൂടെയും കൂട്ടുകൂടും. തനിയെ മാത്രം പോയാൽ തനിയെ മാത്രം ക്ലാസ് റൂമിലേക്ക്, അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു കാരണവശാൽ, കാരണം അവൻ പറയുന്നതായിരിക്കും ഞാൻ ഇന്നലെ മുഴുവൻ ഇത് പഠിച്ചു, ഇത് ഭയങ്കരമായിട്ട് വരുന്നതാണ് ടീച്ചർ പറഞ്ഞത്. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷെ ഏതെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ അത്ര നന്നായി പഠിച്ചിട്ടുണ്ടാകും. അത് മതി നമ്മുടെ മനസ്സിലുള്ള ആ ആൻസറുകളൊക്കെ മാറാനായിട്ടും അതുപോലെ അല്ലെങ്കിൽ ആ ടെൻഷൻ വന്ന് ബാക്കി പഠിച്ചതും കൂടി മറക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ഡിസ്കഷൻ വേണ്ട, നമുക്ക് യാതൊരു ഡിസ്കഷൻ വേണ്ട. യൂസ് യുവർ എന്താ പറയണം, യെസ്, യൂസ് യുവർ കൂൾ ടൈം പ്രോപ്പർലി. ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ വെള്ളം കൊണ്ടുപോകുക. കുറച്ച് തണുത്ത വെള്ളമായിട്ട് നന്നത്. ഒരു 4 ഡിഗ്രി ഒക്കെ ഉണ്ടാവുക. ഇത്തിരി തണുത്ത വെള്ളം നമ്മൾ ഫ്ലാസ്കിൽ കൊണ്ടുപോകുക. അതൊക്കെ കുടിക്കുക. ഒരു ഗ്ലാസ് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞ് ഇരുന്ന് ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ഒരു തോട്ടിലായിരിക്കണം നമ്മൾ വരുന്നത്. ഒരു നെഗറ്റീവ് നമ്മൾ പാട്ടിൽ എനിക്ക് ചെയ്യാൻ കഴിയും, എല്ലാ ആൻസറും എനിക്ക് ചെയ്യാൻ കഴിയും, എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരം എഴുതാൻ കഴിയും എന്നുള്ള രീതിയിലായിരിക്കും അവിടെ ചെന്ന് ഒരു 3 പ്രാവശ്യം നമ്മൾ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക, ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. അപ്പൊ നമ്മളൊരു സ്റ്റഡി ആയിരിക്കും. നമ്മൾ ആ നിമിഷത്തെ നമ്മൾ അറിയുന്നു നമ്മൾ എക്സാം ഹാളിലാണ്. യെസ്, ഐ എം റെഡി ടു റൈറ്റ് എക്സാം. ഞാൻ എക്സാം എഴുതാൻ റെഡിയായി. ആ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ സജ്ജരായി കഴിഞ്ഞു. നമ്മുടെ ബ്രെയിനും ശരീരവും എല്ലാം സജ്ജരായി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ആ ഫുൾ ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കും. കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർലി. അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്താണ്? റൈറ്റ് ദ ഫോളോയിങ് 3 ഓൺലി എന്ന് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതില് റൈറ്റ് ദ ഫോളോയിങ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 എന്നുള്ള അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. 3 മാത്രം എഴുതിയാൽ മതി. ചില കുട്ടികൾ എന്തായിരിക്കും, അവർ 10 ക്വസ്റ്റ്യൻ അല്ലേ കൊടുത്തിരിക്കുന്നത്, അതിൽ 5-6 ക്വസ്റ്റ്യൻ അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അവർ മുൻപ് നല്ല രീതിയിൽ പഠിച്ചു വെച്ചാണ് അവർക്ക് ഒരു 10 പേപ്പർ പണി എഴുതാൻ കഴിയും. ഇവരങ്ങനെ നിരത്തി പിടിച്ച് എഴുതും. ടീച്ചർ എനിക്ക് മാർക്ക് തരുന്ന വെച്ചിട്ട് ഇത് നിരത്തി പിടിച്ച് എഴുതും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ 3 മാത്രത്തിനെ അവർ മാർക്ക് തരുള്ളൂ. നിങ്ങൾ എത്ര കൂടുതൽ എഴുതിയാലും അവർ മാർക്ക്. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് പാലിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, ഫോളോ ഇപ്പൊ ക്രിയേറ്റ് മാർജിൻ ഓൺ ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. 2 സൈഡിലും ഒരു മാർജിൻ. ഈ ആൻസർ പേപ്പർ നോക്കുന്ന ടീച്ചർമാരെന്ന് പറയുന്നത് നിങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. നിങ്ങളെ സംബന്ധിച്ച് അറിയില്ല. ഒരു റോൾ നമ്പറാണ് അവർക്ക് കിട്ടുന്നത്. നിങ്ങളൊന്നൊരു വ്യക്തി, നിങ്ങളുടെ ജെൻഡർ ഏതാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ഏത് സ്കൂളിലോ ഒന്നും അറിയില്ല. നേരെ മറിച്ച് നിങ്ങളൊരു ക്ലാസ് ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലത്തെ ടീച്ചർക്ക് നിങ്ങളുടെ പേര് എഴുതിയുള്ള വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഓ ഇവനാണ് കുട്ടി, ഇവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അവൻ പരീക്ഷയിൽ ചില ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ പോലും ആ ടീച്ചർ അത് അവന്റെ മിസ്റ്റേക്ക് അല്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ മാർക്ക് കൂട്ടുന്നില്ല. കാരണം ടീച്ചർക്ക് അവനെ അറിയാം, അവൻ ഇത്തരത്തിലുള്ള കുട്ടിയാണ്, അവനത് തെറ്റിക്കാൻ വഴിയില്ല, ഏത് കാരണത്തിലാവും തെറ്റിച്ചെന്നുള്ള രീതിയിൽ മറിച്ച് സംഭവിക്കട്ടെ. പക്ഷെ ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ മാത്രമേ ഉള്ളൂ അയാളുടെ മുമ്പിൽ. ആ ടീച്ചറുടെ ആൻസർ ചെയ്യുന്ന ആളുടെ മുമ്പിൽ, കറക്റ്റ് ചെയ്യുന്ന ആളുടെ മുമ്പിൽ റോൾ നമ്പർ മാത്രം. നിങ്ങൾ എന്നുള്ള വ്യക്തിയെ കുറിച്ച് അറിയില്ല. അപ്പൊ അദ്ദേഹത്തിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇംപ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കൃത്യമായിട്ട് ആദ്യത്തെ പേജ് വളരെ ലെജിബിൾ ആയിട്ട്, വളരെ വൃത്തിയായിട്ട് എഴുതുന്നതാണ്. നല്ല വൃത്തിയിൽ അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് എഴുതാൻ പറ്റും. ഏറ്റവും അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു പേപ്പർ നോക്കുമ്പോ വായിക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്കൊരു കോഗ്നിറ്റീവ് സ്ട്രെയിൻ ആണ് അവർക്ക് ടീച്ചർമാർക്ക് വരുന്നത്.
അവര് ഒരു എബവ് 45 ആ റേഞ്ചിലൊക്കെയുള്ള ടീച്ചർമാർക്കായിരിക്കും. അവർക്കൊരു ദിവസം ടാർഗറ്റ് ഉണ്ടായിരിക്കും 25 പേപ്പർ 30 പേപ്പർ അവർക്ക് വാല്യൂ ചെയ്യണമെന്ന് ടാർഗറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ 2-3 പേപ്പറൊക്കെ അവർ വളരെ കൃത്യമായിട്ട് നോക്കും. പിന്നത്തെ പേപ്പറുകളൊക്കെ അവർ ഈ പറഞ്ഞ മാതിരി അതിൽ പോയിന്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അവർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ലെജിബിൾ അല്ല, വായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വരുമ്പോ അവർക്കൊരു സ്ട്രെയിൻ വരണം. അവിടെ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അത് ബാധിക്കും, നിങ്ങളുടെ മറ്റുള്ള ആൻസറിനെ ഒക്കെ അത് ബാധിക്കും. അതുകൊണ്ട് ആദ്യത്തെ വളരെ ഫസ്റ്റ് പേജും 2ാമത്തെ പേജും കഴിയുമെങ്കിൽ കുറച്ച് സമയം കൂടുതലിട്ട് വളരെ ലെജിബിൾ ആയിട്ട് വെട്ടും തിരുത്തും ഒന്നും ഇല്ലാതെ കുറച്ച് ഭംഗിയിടും. പിന്നെന്താ പറയുന്നത്, മാർജിൻ ഉണ്ട് 5 വേർഡ് ഇൻ ലൈൻ 20-25 ലൈൻസ് ഇൻ ഷീറ്റ്. അതൊക്കെ ഓക്സ്ഫോർഡിന്റെ ഒരു സ്റ്റൈലാണ്. ഒരു ലൈനിൽ 5 വേർഡ് 25 ലൈൻ ഒരു പേജിൽ എന്നുള്ളൊരു ഓക്സ്ഫോർഡ് നമ്മളങ്ങനെ പറ്റുന്നില്ലെങ്കിലും നമുക്ക് ഏകദേശം ഒരു നല്ല രീതിയിൽ ആ രീതിയിൽ നമുക്ക് അധികം അടുപ്പിച്ച് ക്ലോസ് ആയിട്ട് എഴുതാണ്ട് കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ട് മനോഹരമായിട്ട് എഴുതാൻ കഴിയും. നീറ്റ് ആൻഡ് ലെജിബിൾ ഇൻ ഫസ്റ്റ് ഷീറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ പേജ് കുറച്ച് സമയം എടുത്ത് മനോഹരമായിട്ട് എഴുതും. കാരണം അത് എഴുതുമ്പോൾ തന്നെ അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു മനസ്സിലൊരു സന്തോഷം വരും. കാരണം അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ചില കുട്ടികളാണെങ്കിൽ എഴുതി കഴിഞ്ഞത് അത് തെറ്റാണെന്ന് തോന്നിയാൽ അതിന് ഒരു വരയിടുന്നതിന് പകരം അതിങ്ങനെ ബ്ലാക്ക് ആൻഡ് ചെയ്ത് എന്തിനാ അത് ചെയ്യുന്നത്? അയ്യോ ഈ ടീച്ചർ എങ്ങനെ ഇത് ഞാൻ എഴുതിയ പൊട്ടത്തരം കണ്ട് വായിച്ചാലോ എന്ന് ചോദിച്ചിട്ടാണ് ടീച്ചർ അത് എഴുതുന്നത്. ടീച്ചർമാർക്ക് നിങ്ങൾ എഴുതിയത് വായിക്കാൻ തന്നെ സമയമില്ല. നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയത് വായിക്കാൻ തന്നെ സമയമില്ല, പിന്നെ എഴുതാത്തത് വായിക്കുന്ന സമയം അല്ല. ഇത് അവർക്ക് വലിയൊരു ടാസ്ക് ആണ് ഇത്ര സമയം പഠിക്കുക. അവർക്ക് ഒരു ആൻസർ കീ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ആൻസർ കീ വെച്ചാണ് അവർ നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതുമ്പോൾ വളരെ നീറ്റായിട്ട് ലെജിബിൾ ആയത്. അതുപോലെ തന്നെ എന്താ പറയുക, ക്രോണോളജിക്കൽ ഓർഡറിൽ കഴിയുമെങ്കിൽ എഴുതുക നല്ലതാണ്. ക്രോണോളജിക്കൽ ഓർഡർ വെച്ചാൽ 1 2 3 4 5. പക്ഷെ അങ്ങനെ യാതൊരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് പേജിലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വൃത്തിയായിട്ട് എഴുതുക. അറിയുന്ന ആൻസറുകൾ മാത്രം എഴുതുക, അറിയാത്തതൊന്നും എഴുതുക. സംശയമായിട്ടുള്ള ആൻസറുകളൊന്നും ഫസ്റ്റ് പേജിൽ എഴുതണ്ട. അപ്പൊ നിങ്ങൾക്ക് പഴയ രീതിയിൽ തന്നെ മറ്റു രീതിയിൽ ക്രോണോളജിക്കൽ ഓർഡർ അല്ലാതെ ആദ്യം അറിയുന്ന ആൻസർ നമുക്ക് ആ രീതിയിൽ പോകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സബ് ടൈറ്റിൽ ആൻഡ് ഹൈലൈറ്റ്സ് മെയിൻ പോയിന്റ്. സബ് ടൈറ്റിലുകൾ എഴുതുന്നത് വലിയൊരു കാര്യം. അതുപോലെ തന്നെ പോയിന്റുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യാം. ഇപ്പൊ ഒരു എസ്സേ വരുമ്പോൾ എസ്സേ ആണ് എഴുതേണ്ടത്. 2 പേജിലുള്ള 250 വേർഡ്സിൽ കുറയാതെയുള്ള ഒരു എസ്സേ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷീറ്റിൽ 25 ലൈൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 125 ലൈൻ നമുക്ക് ഒരു ഷീറ്റിൽ പറയും. അപ്പൊ 2 പേജ് 250. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഫുൾ അവർക്ക് വായിച്ചു നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഭയങ്കര സ്ട്രെയിൻ ആണ്. അപ്പൊ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും ഒരു ആൻസർ കീ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതായിരിക്കും ഇന്ന പോയിന്റ് ആണ് ഇതിലുണ്ടായിരിക്കും. ഈ എസ് ഐയിൽ ഇത്ര 10 പോയിന്റ് ഉണ്ട്, ഈ 10 പോയിന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത്ര മാർക്ക് കൊടുക്കാം, ഫുൾ മാർക്ക് കൊടുക്കാന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എഴുതുന്ന ആ സബ് ടൈറ്റിലിൽ ഒരു അണ്ടർലൈൻ ചെയ്യുക. മെയിൻ പോയിന്റ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്യണം. മെയിൻ പോയിന്റ്സ് മാത്രം. ഒരു എസ് ഐക്ക് 5 പോയിന്റ് ആണെന്ന് ആ കൃത്യമായിട്ട് 5 പോയിന്റിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്ക് വളരെ കൃത്യമായിട്ട് നോക്കാൻ കഴിയും. അപ്പൊ അവർക്ക് ഒരു സന്തോഷം വരിക, ആ കുട്ടി വളരെ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്, ആ പോയിന്റുകളൊക്കെ എഴുതിയിട്ട് അവർക്ക് മാർക്ക് കൊടുക്കുക. When you draw a diagram, don't forget to give title. പലരും ചിലപ്പോൾ ഡയഗ്രങ്ങളൊക്കെ വരയ്ക്കും, പക്ഷെ അതിലൊരു ടൈറ്റിൽ കൊടുക്കാൻ മറന്നു പോകുന്ന പലരും. ഇപ്പൊ നമ്മളൊരു കണ്ണിന്റെ പടമാണെങ്കിൽ വരച്ചേക്കുന്നത് അവിടെ എഴുതണം എന്താണ് ഞങ്ങൾ വരച്ചു വെക്കുന്നത്. ഹാർട്ടിന്റെ പടത്തിൽ ഹാർട്ട്, കിഡ്നിയുടെ പടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് അതിന്റെ മേലെ സബ് ടൈറ്റിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതണം അല്ലെ. സ്റ്റാർട്ട് വിത്ത് എന്താ പറയുന്നത്, സ്റ്റാർട്ട് വിത്ത് വാട്ട് യു നോ. നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് അത് വെച്ച് അറിയാം. നേരത്തെ ക്രോണോളജിക്കൽ ഓർഡറിന്റെ കാര്യം പറഞ്ഞു. എന്താണോ നിങ്ങൾക്ക് അറിയുന്നത് അത് വെച്ച് എഴുതും. ചില കുട്ടികളൊക്കെ ചില കുസൃതി പണികളൊക്കെ ചെയ്യും. കാരണം ആദ്യം പേപ്പറിൽ ഇങ്ങനെ എഴുതി ആൻസർ എഴുതും. ചിലപ്പോൾ 23ാമത്തെ ക്വസ്റ്റ്യൻ അവൻ വലിയ പിടുത്തില്ല, അവന് ഇതാണോ അതാണോ എന്ന് ഡൗട്ട്. അപ്പൊ 23ാമത്തെ ക്വസ്റ്റ്യൻ അവൻ എഴുതി ഒരു ആൻസർ എഴുതി. അത് കഴിഞ്ഞിട്ട് കുറെ ആൻസറുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും 2 ഷീറ്റ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഷീറ്റിൽ അവൻ വീണ്ടും 23 നമ്പർ ഇട്ടിട്ട് അവന് അറിയണ മറ്റൊരു ആൻസർ എഴുതി. അപ്പൊ അവൻ വിചാരിക്കും ഈ ആൻസർ തെറ്റാണെങ്കിലും മറ്റേത് ശരിയാണെങ്കിൽ ടീച്ചർ എനിക്ക് മാർക്ക് ഇടുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആ എൻവലപ്പിന്റെ ആൻസർ ഷീറ്റിന്റെ എൻവലപ്പ് നിങ്ങൾക്ക് അറിയാം എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഒക്കെ ഒരേ ബോക്സിൽ ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് ടീച്ചർ നോക്കുന്ന 23ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ആൻസർ എന്താണ് എഴുതിയിരിക്കുന്നത്, ആ മാർക്കാണ് ആ കൃത്യമായിട്ട് ആ ബോക്സിൽ ടീച്ചർ രേഖപ്പെടുത്തുന്നത്. രണ്ടാമത് ആ 23 എഴുതിയാലും ടീച്ചർ അതിൽ മാർക്ക് ഇടില്ല, അതിലൊന്നും ചെയ്യില്ല, കറക്റ്റ് ചെയ്യില്ല. അപ്പൊ അത് നിങ്ങൾ മാറ്റിപ്പോ. ചില കുട്ടികളൊക്കെ അങ്ങനെ ചില സൂത്രപ്പണികളൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ സൂത്രപ്പണികളൊക്കെ അതിന്റെ ആശാന്മാരാണ് അവിടെ ഇരുന്ന് പേപ്പറൊക്കെ വാല്യൂ ചെയ്യുന്ന കുട്ടികൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സെന്റൻസ് അത് നമ്മൾ ഇപ്പൊ സോഷ്യൽ സ്റ്റഡീസ് ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുമ്പോൾ
ചില ഓപ്പണിംഗ് ക്ലോസിംഗ് സെന്റൻസുകൾ നല്ല നല്ല സെന്റൻസുകളൊക്കെ കാണുമ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് ബൈഹാർട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50 വർഷമായി അല്ലെങ്കിൽ 60 വർഷമായി എന്ന് പറയുന്നതും സ്വാതന്ത്ര്യത്തിന്റെ ഭാഗ്യതാരകം ഇന്ത്യൻ ചക്രവാള സീമയിൽ മിന്നിത്തെളിഞ്ഞിട്ട് 6 പതിറ്റാണ്ട് കഴിഞ്ഞു എന്നുള്ളതും അർത്ഥം ഒന്ന് തന്നെയാണെങ്കിലും അതിന്റെ ശൈലി അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വേറൊരു സുഖമാണ്, അല്ലെ? അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പൊ ടീച്ചർക്ക് അത് കുറച്ചും കൂടി വായിക്കുവാനായിട്ട് തോന്നും. അതുപോലെ തന്നെ ആ ക്ലോസിംഗ് സെന്റൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പോയിന്റിന് ഊന്നി, ഒരു മെസ്സേജിന് ഊന്നി നൽകിയിട്ടൊക്കെ കുട്ടികൾ അതൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റിന് പുറത്തൊക്കെ നമുക്ക് എഴുതാം. ഹിസ്റ്ററി അങ്ങനത്തെ പേപ്പറുകളൊക്കെ നമ്മൾ എഴുതുമ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്തേക്കാം. അത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ നോക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഗ്യാസ് ഒക്കെ ഇപ്പൊ വലിയ എസ് ഒക്കെ എഴുതുന്ന പറയണ വെച്ചാൽ ഗ്യാസ് അടിക്കാന്ന് പോകും. ഗ്യാസ് അടിക്കാന്ന് വെച്ചാൽ എന്താ, ആദ്യം നമ്മൾ നല്ല ഓപ്പണിംഗ് സെന്റൻസ് ഒക്കെ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുതിരയെ പറ്റിയാണ് എഴുതേണ്ടത്. അപ്പൊ കുതിരയെ നമ്മൾ എഴുതി, കുതിരയെ നല്ല കുളമ്പ്, നല്ല കുഞ്ചിരോമൊക്കെ നല്ല കുതിരയാണ് പറഞ്ഞൊക്കെ എഴുതി. കുറച്ച് കഴിയുമ്പോൾ കുതിര ഇങ്ങനെ പുറത്തിങ്ങനെ ചാടി 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 ഇങ്ങനെ പോണ്. അപ്പൊ തെങ്ങ് കണ്ടു, ഒരു തെങ്ങ് കണ്ടു. അപ്പൊ തെങ്ങിനെ കുതിരേമ കെട്ടി. അപ്പൊ കുതിരയെ കുറിച്ച് ഇവര് വേറെ ഒന്നും അറിയില്ല. അപ്പൊ ഇവന് തെങ്ങിനെ പറ്റിയായി പറഞ്ഞത്. തെങ്ങ് കേര വൃക്ഷമാണ്, അതിന്റെ പട്ടയുണ്ട്, അതിന് തേങ്ങയുണ്ട്, ചിരട്ടിയുണ്ട്, അതിന് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് തെങ്ങിനെ കുറിച്ച് തേങ്ങയെ കുറിച്ച് കുറെ എഴുതി. അതിനുശേഷം വീണ്ടും അങ്ങനെ കുതിരേനെ തെങ്ങിൽ നിന്ന് അഴിച്ച് ഇവൻ വീണ്ടും കുതിരപ്പുറത്തെ ടും പറഞ്ഞ് അവനിങ്ങനെ പോകുന്നു. അപ്പൊ ആദ്യം നോക്കുമ്പോ ആദ്യം കുതിരയുണ്ട്, അവസാനം നോക്കുമ്പോ അവസാനം കുതിരയുണ്ട്, അടിയിൽ ഇവൻ ഇടയിൽ കുറച്ച് ഗ്യാസ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് വെക്കുന്നത്. പണ്ട് ഈ ഹിന്ദി ഇതേമാതിരി എക്സാം ഒക്കെ വരുമ്പോ ഞാൻ ഈ പറഞ്ഞ മാതിരി എനിക്ക് അന്ന് ഹിന്ദി പാട്ടുകളൊക്കെ ഒരുപാട് വലിയ ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഹിന്ദി പാട്ടുകൾ വലിയ ഇഷ്ടം. അപ്പൊ കുട്ടികൾക്കൊന്നും അധികം ഹിന്ദി പാട്ടുകൾ അവർക്ക് അറിയാന്നുണ്ടെങ്കിൽ അതിന്റെ വരികളൊന്നും അവർക്ക് വലിയ പിടുത്തം. പക്ഷെ എനിക്ക് വരികളൊക്കെ നല്ല നിശ്ചയമായി. അപ്പൊ ഞാൻ ഈ ഹിന്ദിയൊക്കെ എസ് എഴുതുമ്പോ ആദ്യം കുറച്ച് എഴുതി വെച്ചിട്ട് ഇടയില് ഈ പാട്ടൊക്കെ ഹിന്ദി പാട്ട് ഒക്കെ കുറച്ച് എഴുതി വെക്കും. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് പറയും, ഷെയർ ചെയ്യും. നിങ്ങളുടെ പരീക്ഷ കാലത്ത് ചില തമാശകളും പൊടിക്കൈകളും ഒക്കെ ഒന്ന് പറയും. ക്ലാസ് കഴിയുമ്പോൾ പറയാം. ക്ലാസ് കഴിയുമ്പോൾ പറയാം. അപ്പൊ അങ്ങനത്തെ പൊടിക്കൈകൾ അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയാം. അതായത് സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് വലിയൊരു ഡീപ്പായിട്ടുള്ള ആ ഇതിൽ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പറയാം. എങ്കിലും നമ്മൾ എഴുതുക, അതാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഞാൻ ഒരു തെറ്റായ വഴിയിലേക്ക് കുട്ടികളെ നയിക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, അല്ലെ? അതുപോലെ തന്നെ അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യം അതിനെക്കുറിച്ച് എഴുതാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പോയിന്റ് എഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് എഴുതുക. കാരണം അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ ചെയ്യുന്ന ടീച്ചർമാർക്ക് നിങ്ങളൊരു സെലക്റ്റീവ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരാണ്. ചില ചോദ്യങ്ങൾ, ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം അവർക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ചോദ്യത്തിനും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു സെന്റൻസ്, ആ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ കിട്ടിയില്ലെങ്കിൽ അതിന്റെ പാഠത്തിന്റെ അടുത്ത ഭാഗത്തെ ആൻസറോ അല്ലെങ്കിൽ മുൻപത്തെ ഭാഗത്ത് അതിനോടനുബന്ധിച്ച് എഴുതാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആൻസറുകൾ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. ഇതെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സാം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയും, ചിലപ്പോൾ പത്രത്തിലൊക്കെ നമുക്ക് കാണാറുണ്ട്, അങ്ങനെ ഫിസിക്സ് ക്വസ്റ്റിന്റെ 18ാമത് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമായിരുന്നു, ആർക്കും എഴുതാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്ന് വെച്ചാൽ പരീക്ഷാ ബോർഡ് അവര് ഒരുമിച്ച് ചേർന്ന് ചില തീരുമാനമൊക്കെ എടുക്കും. ഒരു കാര്യം ചെയ്യും, ആ 18ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും മാർക്ക് കൊടുത്തോളൂ, ആ ക്വസ്റ്റ്യന്റെ മാർക്ക് കൊടുത്തോളൂ എന്നൊരു ഓർഡർ വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയില്ല, പക്ഷെ അവരുടെ ഇടയിൽ അതങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നുണ്ടെങ്കിൽ ആ 18ാമത് ക്വസ്റ്റ്യൻ എഴുതി എല്ലാവർക്കും ഫുൾ മാർക്ക് കൊടുത്തവനായിട്ട് അവർക്കൊന്നും ഇൻസ്ട്രക്ഷൻ ലഭിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ലഭിക്കില്ല 18ാമത് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തെങ്കിലും അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു സെന്റൻസ് 2 സെന്റൻസ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതാം. ചെക്ക് യുവർ ആൻസർ ആഫ്റ്റർ ഫിനിഷ് യുവർ റൈറ്റിംഗ്. നിങ്ങൾ പരീക്ഷ എഴുതിയതിനു ശേഷം തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 100% ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ആ പേപ്പർ, നിങ്ങൾ എഴുതിയ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കും. ചില ക്വസ്റ്റ്യൻസിന് നിങ്ങൾ നമ്പർ ഇട്ടുണ്ടായിരിക്കും, ചില ക്വസ്റ്റ്യൻസിന് ഡബിൾ നമ്പർ ആവും ഇട്ടിരിക്കുന്നത്. ചിലത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാം. നിങ്ങൾ ഈ ആൻസർ എഴുതുമ്പോൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ടിക്ക് ചെയ്തു, യെസ് ദിസ് ഈസ് ഡൺ, ഇതിന് ഞാൻ ആൻസർ എഴുതി ടിക്ക് ചെയ്തു
അങ്ങനെ ചില കിട്ടാത്ത നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള EMD എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ കുറച്ചറിയുന്ന മിഡിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഡിഫിക്കൽട്ട്. അതിൽ EMD എന്നൊരു ഫോർമുല ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതുന്നു, പിന്നീട് കുറച്ച് അറിയുന്ന ക്വസ്റ്റ്യൻസ് എഴുതുന്നു. അവസാനത്തെ ടൈമാണ് നമ്മൾ അറിയാത്ത ക്വസ്റ്റിന് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എഴുതിയ ക്വസ്റ്റിനെ എല്ലാം നിങ്ങൾ ഓരോന്നിനും ടിക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ അതനുസരിച്ചിട്ടാവും നിങ്ങൾ അവസാനം എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്, ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കൃത്യമായിട്ട് അറിവ് അപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്ന് നോക്കുമ്പോൾ ഈ ഒരു പരിശോധന കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും 5 മാർക്ക് കൂടുതൽ ലഭിക്കും എന്നുള്ളതും 100%. ചില വിഡ്ഢിത്തരങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായി. നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് ചില എഴുതുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാകുക. നമുക്ക് 100% അറിയായിരിക്കും ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ്, ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇന്നതാണ്, കറക്റ്റാണ് ആൻസർ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് എന്തോ ഒരു ഇതില് ചിലപ്പോൾ തെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 10 മിനിറ്റ്സിൽ നമ്മൾ ഇത് റീകളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് തന്നെയായാലും ഒരു 10 മിനിറ്റ് സമയം അതിന് നിങ്ങൾ കണ്ടെത്തുക. നമ്പർ ഇല്ലാത്ത കാര്യത്തിനൊക്കെ നിങ്ങൾ നമ്പറിങ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ നമ്പർ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ തെറ്റുകൾ മാറ്റുക, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുക. അതിനൊക്കെ ഉള്ളൊരു സമയമാണ് ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത്. അവോയ്ഡ് ഡിസ്കഷൻ ആഫ്റ്റർ ഫിനിഷ് ദ എക്സാം. പരീക്ഷയ്ക്ക് ശേഷം മറ്റുള്ളവരുമായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം വേണ്ട. ഡിസ്കഷൻ, നമ്മൾ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി എങ്ങനെയുണ്ടായിരുന്നു, നീ അത് എഴുതിയോ, ഫ്രണ്ട്സിനെ ഓടി വരും, ഓ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ഞാൻ അത് എഴുതി ഇതെഴുതി 50 എനിക്ക് എന്തായാലും ഉറപ്പുള്ളൂ. അപ്പോഴാവും നമ്മൾ പോവാ, അയ്യോ നമ്മൾ ഈ ക്വസ്റ്റിനെ എഴുതിയിട്ടില്ല, ഈ ക്വസ്റ്റിനെ എഴുതി തെറ്റാണ്, ഞാൻ ഇതാണ് എഴുതിയത് ആൻസർ. അപ്പൊ അവൻ പറയും ഇതല്ല എന്റെ ആൻസർ, അതിന്റെ ആൻസർ മറ്റേതാണ്. അപ്പൊ നമ്മുടെ എഴുതിയത് കംപ്ലീറ്റ് പോകും. ചിലപ്പോൾ നമ്മൾ എഴുതിയത് ശരിയാവും, അദ്ദേഹം റോങ് ആയിരിക്കും, ആ കുട്ടി പറഞ്ഞത് തെറ്റായിരിക്കും. പക്ഷെ ഇത് മതി നമുക്ക് മനസ്സിലെന്താ സ്ട്രെയിൻ വരാനായിട്ട്, സ്ട്രെസ് വരാനായിട്ട്. ഇത് എങ്ങനെയാ ബാധിക്കുക, അടുത്ത എക്സാമിനെയാണ് ബാധിക്കുക. ഇത് തന്നെയായി, അയ്യോ എന്റെ 5 മാർക്ക് പോയല്ലോ എന്ന് പറഞ്ഞ് കുട്ടി വിഷമിച്ചിരിക്കും. അന്ന് രാത്രി പഠിക്കുമ്പോഴും ഫുള്ള് ഇതായിരിക്കും, എനിക്ക് അറിയണ ചോദ്യമായിരുന്നു പക്ഷെ ഞാൻ തെറ്റിച്ച് എഴുതിയല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ അതിന്റെ സ്ട്രെയിനിൽ കുട്ടിക്ക് നാളത്തെ പരീക്ഷ കൂടി എക്സാം. അതുകൊണ്ട് ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ വളരെ ചിരിച്ച് സന്തോഷത്തോട് ചോദ്യപേപ്പർ തിരിച്ചു കൊടുത്തതിന് ശേഷം ഒരു കുട്ടിയോട് നേരത്തെ പറഞ്ഞ പറ്റി സംസാരിക്കില്ല, ഹായ് ഹലോ പറഞ്ഞ് എത്രയും നേരത്തെ വീട്ടിലെത്താൻ. അപ്പോൾ അമ്മ നോക്കി നിൽക്കുന്നുണ്ടോ എങ്ങനെയുണ്ടായി പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കട്ടെ. എന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിന് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു, അമ്മയോടും പറഞ്ഞേക്ക് അമ്മ ഒന്നും നടക്കില്ല, പരീക്ഷയ്ക്ക് ഞാൻ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം ഒക്കെ നമുക്ക് എല്ലാ എക്സാമും കഴിഞ്ഞതിന് ശേഷം ആവാമെന്ന് പറഞ്ഞ് അമ്മയെ മടക്കിയ. ഇങ്ങനെയാണ് വേണ്ടത് ഒരു തരത്തിലും. കാരണം നമ്മൾ അടുത്ത എക്സാമിന് അത് ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ എപ്പോഴും നമ്മളൊരു അഫർമേറ്റീവ്, ഞാൻ അധികം നീട്ടുന്നില്ല, സമയമായിട്ടുണ്ട്. എപ്പോഴും നമ്മളൊരു അഫർമേഷൻ, ഐ എം എ വിന്നർ, ഐ എം എൻ അച്ചീവർ, ഐ എം എൻ ഡിസിപ്ലിൻഡ്, ഐ എം ഓൾവേസ് കോൺഫിഡൻറ്റ്, ഐ ലവ് സ്റ്റഡി, I trust my memory, I love exam, I love my books, I practice, I remember everything. ഇത്തരത്തിലുള്ള ഒരു അഫർമേഷനാണ് നമ്മൾ ദിവസം നമ്മൾ നെഗറ്റീവ് ഒരു തരത്തിലും നമ്മൾ ചിന്തിക്കുവാനോ പറയും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ല. കാരണം എല്ലാ കുട്ടികളും ഇത്തരത്തിലുള്ള ഒരു അഫർമേഷനാണ്, അതായത് ദോഷകരമായിട്ട് നെഗറ്റീവായിട്ട് അയ്യോ ഞാൻ തോൽക്കുമോ എന്നുള്ളൊരു ഭയമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ളൊരു കാര്യം പറഞ്ഞത്, തോൽക്കുമോ എന്നുള്ളൊരു ഭയമാണ് കുട്ടികൾക്ക് പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സാണ് കുട്ടികൾക്ക് വരുന്നത്. ഇപ്പൊ ഈ SSLC എക്സാമിനൊക്കെ അപേക്ഷിച്ച് തോൽക്കാനായിട്ട് റിസർച്ച് ചെയ്യണം എന്നാണ് ഞാൻ കേട്ടത്. ശരിയാണോ? കുട്ടികൾ തോൽക്കാനായിട്ട് റിസർച്ച് ചെയ്യണം. ഒരു കാരണവശാലും തോൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം SSLC എക്സാം എന്ന് പറയുമ്പോൾ നമ്മള് പണ്ടൊക്കെ എന്താ പറയാ, എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതുന്നത് അല്ലെ. പണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഭാരതീയ ഗുരു സമ്പ്രദായത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അതെല്ലാം അവസാനിപ്പിച്ച് മെക്കാലപ്രഭുവാണ്, ഇംഗ്ലീഷിന്റെ മെക്കാലപ്രഭുവാണ് ഈ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്ന് നീ കുറച്ച് കുറച്ച് സയൻസ് പഠിക്കണം, കുറച്ച് സാമൂഹ്യ പാഠം പഠിക്കണം, കുറച്ച് മാത്സ് പഠിക്കണം, കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ഒരു രീതിയിൽ ആ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ആ മെക്കാലപ്രഭു തന്നെയാണ്. അപ്പൊ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പൊ NEP പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും സിലബസും മറ്റു കാര്യങ്ങളൊക്കെ പഴയ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എക്സാം ആണ് ഈ SSLC. അതായത് തോൽക്കാനായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യണം എന്ന് പറയും. പക്ഷെ നമ്മളുടെയൊക്കെ കാലത്ത് ഞാനൊക്കെ SSLC ഒക്കെ പാസ്സാവുന്ന സമയത്ത് 26% ഒക്കെയാണ് വിജയ ശതമാനം എന്ന് പറയും. ഇന്നിപ്പോ അത് 99 ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മള് കുറച്ചും കൂടി സെലക്റ്റീവ് ആയില്ലേ, നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നില്ല,
നമ്മൾ ചിലർ സയൻസ് പഠിക്കുന്നു, ചിലർ മാത്സ് പഠിക്കുന്നു, ചിലർ ആർട്ട് പഠിക്കുന്നു, കുറച്ച് സെലക്റ്റീവ് സ്ട്രീം മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പഠനത്തിൽ ചില മാറ്റങ്ങൾ ഒക്കെ നമ്മൾ വരുത്തണം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പറയുവാനായിട്ടുള്ള എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ഈ പരീക്ഷയിൽ തന്നെ, പരീക്ഷയെ സ്നേഹിക്കുക. പരീക്ഷ നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലെത്താൻ, ഒരു കോഴ്സിലെത്താൻ, ഒരു മേഖലയിലെത്താൻ ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് പരീക്ഷയാണ്. അപ്പൊ ആ പരീക്ഷയെ നിങ്ങൾ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുക. ഓരോ പരീക്ഷയും നിങ്ങൾക്ക് വിജയപ്രദമാകട്ടെ. ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരുപാട് ഔന്നിത്യങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഈ പരീക്ഷ വഴി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഡിസ്കഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കുറെ കാര്യങ്ങൾ പഠനത്തിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ പരീക്ഷ ഹാളിലേക്ക് പോകുന്ന കുട്ടികളാണ്. അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത്. അല്ലാണ്ട് എങ്ങനെ പഠിക്കണം, പരീക്ഷ എഴുതണം എന്നുള്ള കാര്യത്തിലൊന്നും നമ്മൾ കടന്നിട്ടില്ല. എന്തായാലും ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. തീർച്ചയായിട്ടും പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കണം, പരീക്ഷയ്ക്ക് മുമ്പും പരീക്ഷയ്ക്ക് പിൻപും വളരെ മനോഹരമായി സാർ അത് പ്രസൻറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പരീക്ഷയുടെ സമയത്ത് ഈ ടെൻഷൻ്റെ ഇടയിൽ പലപ്പോഴും അതൊക്കെ മറന്നു പോകാനാണ് സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവരണങ്ങൾ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരും. ഷബു സാർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ മനോഹർലാൽ സാറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു സാർ. ഓഡിബിൾ ആണോ അല്ലേ? യെസ്. നമ്മളെ ഹലോ, നല്ലൊരു ക്ലാസ്. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ പരീക്ഷ സംബന്ധമായ എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് എന്ന് തന്നെ പറയാം. അത്ര വിശദമായിട്ട് രസകരമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഈ ക്ലാസ് ഐ ലവ് എക്സാം എന്ന, ഞാൻ ആ ടോപ്പിക് തന്നെ സാറിനോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വളരെ ആകർഷകമായ ഒരു ടോപ്പിക്കാണ് ഐ ലവ് എക്സാം എന്നുള്ളത്. ഇത് പരീക്ഷാ മാർഗനിർദ്ദേശ ക്ലാസ് മാത്രമല്ല, അതൊരു മനോഭാവ മാറ്റത്തിന്റെ ഒരു തുടക്കം ആയിട്ട് നമുക്കിതിനെ കാണാം. അപ്പൊ എന്തുകൊണ്ട് വെച്ചാൽ ഈ എക്സാം എന്ന് കേൾക്കും പലപ്പോഴും കുട്ടികളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുക, നെഗറ്റീവ് ചിന്തകൾ വല്ലാതെ വരിക, വിയർക്കുക, അതായത് പെർഫോമൻസ് ആങ്സൈറ്റി ആണ് അവിടെ വരുന്നത്. ഞാൻ പെർഫോം ചെയ്യുമോ എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഐ ലവ് എക്സാം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ചിലർക്കത് അതിശയമായിട്ട് തോന്നും, ഈ എക്സാം ഫിയർ ഉള്ള കുട്ടികൾക്ക്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അതിൽ നമുക്കൊരു രസകരമായിട്ട് അത് തോന്നുന്നതിന്റെ കാരണം ഐ ട്രസ്റ്റ് മൈസെൽഫ് എന്നുള്ളതാണ്. ഐ ആം പ്രിപ്പയർഡ്, ഐ ക്യാൻ ഹാൻഡിൽ ദിസ് എന്നുള്ള രീതിയിൽ കുട്ടികളെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് പറയുന്നത്. ഭയം ഇല്ലാതാക്കേണ്ടതല്ല, പക്ഷെ ഭയം നിയന്ത്രിക്കാൻ പഠിപ്പിക്കണം കുട്ടികളെ. ഡീപ് ബ്രീത്തിങ്, പോസിറ്റീവ് സെൽഫ് ടോക്ക്, പ്രോപ്പർ ടൈം പ്ലാനിങ്, ഇങ്ങനെ ലളിതമായ രീതിയിലുള്ള കൂടെ നടന്നാൽ ആങ്സൈറ്റി കുറയ്ക്കാൻ സാധിക്കും എന്നൊക്കെ സാറിന്റെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളോട് എപ്പോഴും നമ്മൾ പറയേണ്ടത്, നിങ്ങളുടെ പരീക്ഷയുടെ ഫലമല്ല കുട്ടികളുടെ മൂല്യം നിർണ്ണയിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ സ്ഥിരത, അതാണ് യഥാർത്ഥ വിജയത്തിന്റെ അടിസ്ഥാനം എന്നാണ് നമ്മൾ കുട്ടികളെ ചേർത്ത് പിടിച്ച് പറയേണ്ടത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല, കുട്ടികൾ താരതമ്യം ചെയ്യാതെ അവൻ 95% മാർക്ക് നേടി, നീ എത്ര വാങ്ങും, പകരം നീ ശ്രമിച്ചോ, ഇങ്ങനെയൊക്കെ പറയും. നമ്മുടെ ഈ കൗൺസിലിംഗ് ഒക്കെ വരുന്ന കുട്ടികളെ ഉണ്ടാവും. ഒരു കുട്ടിക്ക് ഭയങ്കര എക്സാം ഫിയർ ഉണ്ട്, ടെൻഷൻ ഉണ്ട്. ആ കുട്ടിക്ക് എന്നോട് സ്വകാര്യമായിട്ട് എന്നോട് ഒന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ എൻ്റെ അമ്മ എപ്പോഴും പഠിക്കും, ഇതെന്നെ അമ്മയ്ക്കുള്ളൂ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ എന്നോട് പഠിക്കെന്ന് പറയുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പഠനം അങ്ങോട്ട് ഒഴിവാക്കി, ഞാൻ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട്, അപ്പൊ എനിക്ക് മൊബൈൽ നോക്കുമ്പോൾ എനിക്ക് സുഖമായിരിക്കും. അപ്പൊ മൊബൈല് എന്നെ സംബന്ധിച്ചോളം അവിടെ എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. അപ്പൊ സന്തോഷം കിട്ടുന്ന ഒരു കാര്യത്തിൽ ഈ കുട്ടി മാറിപ്പോകും. ഇതൊക്കെ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സാറ് പറഞ്ഞതിൽ എക്സാം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്കൊക്കെ എക്സാമിന് കുറച്ചൊക്കെ പേടിയല്ല. ഞാൻ എൻ്റെ മകന്റെ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് എല്ലാ കുട്ടികളെ അശ്രദ്ധ മൂലം പലതും സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അവന് നല്ല മാർക്ക് വാങ്ങുന്ന 95-98% മാർക്ക് വാങ്ങുന്ന കുട്ടിയായിരുന്നു.
അവനൊരു പ്രാവശ്യം എക്സാമിന്റെ ഫസ്റ്റ് ഭാഗം ആദ്യത്തെ ആൻസർ ഷീറ്റ് ഒക്കെ എഴുതി അതിൻ്റെ ഉള്ളിലുള്ള സൈഡിലുള്ള ആൻസർ ഷീറ്റ് അവൻ വിട്ടുപോയി, സ്കിപ്പ് ചെയ്തു. അങ്ങനെ അടുത്ത എഴുതി അവനത് കഴിഞ്ഞ് അവനത് മനസ്സിലാക്കി വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യോ, അപ്പൊ ഞങ്ങൾ വെറുതെ ഞാനിരുന്ന് ഞാൻ അതിനെ ഫോളോ അപ്പ് ചെയ്യാറില്ല. ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി അവനൊരു 50 മാർക്കൊക്കെ കിട്ടുള്ളൂ. അവൻ 100 മാർക്കിന്റെ അടുത്ത് അങ്ങനെ കിട്ടും. അപ്പൊ ഞാൻ ചേർത്ത് പിടിച്ച് വൈഫിന് ഭയങ്കര ദേഷ്യം പിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറിന് മോനെ അത് തെറ്റാർക്കും പറ്റും, ആർക്കും എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്, ഞാനങ്ങനെ പാസ്സായിട്ടുണ്ട്, നീ പേടിക്കേണ്ട, പാസ്സാവും, നീ അടുത്ത പരീക്ഷ നോക്കുന്നു. ഇത് നീ ഒരു കാര്യം ചെയ്യും, നെക്സ്റ്റ് എക്സാമിന് നീ അത് മാക്സിമം മാർക്ക് വാങ്ങാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ ചേർത്ത് പിടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ നെക്സ്റ്റ്, നമുക്ക് കുറച്ച് സൈക്കോളജി ഒക്കെ അറിയുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. നെക്സ്റ്റ് എക്സാമിന് അവനെ നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും 100% എല്ലാ പേപ്പറിനും അവൻ 100% വാങ്ങി അവൻ്റെ ടീച്ചർ പ്രത്യേകം എഴുതും ചെയ്തു. ആ രീതിയിൽ ആ പ്രോഗ്രസ് കാർഡ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത്രയും നന്നായിട്ട് എക്സാമിന് അവന് അപ്പിയർ ചെയ്യാനും പറ്റി, കാര്യങ്ങൾ ചെയ്യാനും പറ്റി. അപ്പൊ ഇത് പ്രചോദനാത്മകമായിട്ട് കുട്ടികളിലെ നമുക്ക് കൊടുക്കാൻ പറ്റും. എക്സാമിന് സ്നേഹിക്കാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞിരുന്ന ഞാൻ പോയിന്റ് പറയാണ്, റിവൈസ് സ്റ്റഡി എന്ന മെത്തേഡ്. റിവിഷൻ ആണ് വലിയൊരു കാര്യം. ഒന്നാമത്തെ റിവിഷൻ നമ്മൾ മനസ്സിലാക്കാനാണ്. രണ്ടാമത്തെ റിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മിക്കാനാണ്. മൂന്നാമത്തെ റിവിഷൻ എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക എന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ കുട്ടികൾ, അതൊക്കെ നമ്മൾ ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എക്സാം ഫിയർ തീരെ ഉണ്ടാവില്ല. നമ്മളൊക്കെ പഠിച്ച അങ്ങനെയല്ലേ, കോൺഫിഡൻസോട് കൂടി നമ്മൾ എക്സാമിനോട് പോകുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അവിടെ എഴുതാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്. പരീക്ഷ കഴിഞ്ഞപ്പോൾ നമുക്കൊരു സുഖം, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി പരീക്ഷയെ നമ്മൾ സ്നേഹിക്കുന്ന. അതുപോലെ നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളുടെ മുമ്പിലുള്ള സബ്ജക്റ്റിനെ നിങ്ങൾ സ്നേഹിച്ച് പഠിക്കുക. ഞാൻ ചിലപ്പം പറയും, നിങ്ങൾക്ക് എന്ത് ഫുഡാണ് ഇഷ്ടം? ബിരിയാണി. കൂടുതൽ കുട്ടികളും അങ്ങനെ പറയാം, ബിരിയാണി ആയിരിക്കും. അപ്പൊ ബിരിയാണിയാണ് മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളെ പരീക്ഷയെ, നിങ്ങൾ സയൻസ്, കെമിസ്ട്രി ആയാലും ഫിസിക്സിനെ ആയാലും ഒരു ബിരിയാണി ആയിട്ട് സങ്കല്പിച്ച് നിങ്ങളങ്ങ് പഠിക്കൂ. അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ ചിരിക്കും. അങ്ങനെ നിങ്ങൾ വിഷയത്തെയും അതുപോലെ എക്സാമിനെയും സ്നേഹിക്കുക. ഐ ലവ് എക്സാം. നല്ല ക്ലാസ്സാണ് സാർ. സാറിന്, ഷാഫി സാറിന് ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. വളരെ പ്രഗത്ഭനായ ഒരാളുടെ ക്ലാസ് നമുക്ക് കിട്ടിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പല ക്ലാസ്സുകളും നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നു. ഈ ഒരു സമയത്ത് അത് അത്യാവശ്യമാണ്. ഈ പ്ലാറ്റ്ഫോം ഇതുപോലെ ഒരുക്കിയ സാബു സാറ് വളരെ നല്ല കമ്മിറ്റഡ് ആയിട്ട് ഓരോ കാര്യം നമ്മൾക്ക് ആദ്യം മുതൽ അവസാനം വരെ ഇതിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സാബു സാറിന് നമുക്ക് കിട്ടിയതിൽ നമ്മൾ PCT സംബന്ധിച്ചുള്ള അഭിമാനമാണ്. അതുപോലെ നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന പല ആളുകളുണ്ട്. സാർ ഇവിടെ ബേബി സാറുണ്ട്, ജ്യോതി കുമാർ സാറുണ്ട്, അതുപോലെ റോയ് സാർ, ഷീല മാഡം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് ആളുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അവരൊക്കെ ഈ ഒരു ഇതിന്റെ ഒരു പരിപാടി വളരെ അർത്ഥവത്തായിട്ട് മാറ്റുന്നു. പുനർജനി എന്നുള്ള പരിപാടിയിലേക്ക് നമുക്കിനി ഇറങ്ങണം. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് നിങ്ങളോട് സഹായിക്കണം. ഷാബു സാറോടും ഞാൻ, തൃശ്ശൂരുള്ള ഷാബു സാറോടും ഞാൻ പറയാം, അവിടെ നമ്മളെ PCT ഒരു വിപുലപ്പെടുത്താനൊക്കെ ഞങ്ങളെ സഹായിക്കണം എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. ആൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സാർ. ബേബി സാർ. അഡ്മിറ്റ്. യെസ്, ക്ലാസ് സംബന്ധിച്ചോളം പലപ്പോഴും കുട്ടികൾ എക്സാം എന്ന് പറഞ്ഞിട്ട് സ്ട്രെസ്സായി മാറ്റുന്നുണ്ട്. ആ സ്ട്രെസ് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ളത് ഈ ക്ലാസ് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലായി. കാരണം നമുക്ക് ബേസിക്കലി വേണ്ടത് ഈ പറഞ്ഞൊരു പ്ലാനിങ് ആണ്. ഈ പ്ലാനിങ് ഉള്ളപ്പോൾ നമുക്ക് എക്സാം എഴുതുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് എക്സാം എഴുതിയിട്ടുണ്ട്. പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയി എക്സാമിനൊന്നും നമുക്ക് പേടിയോ അതുപോലെ എക്സാമുകളിൽ ഒരിക്കലും വേർപ്പോ അതുപോലെ തലചുറ്റലോ ഒന്നും ഉണ്ടാവാറില്ല. അതേസമയത്ത് നമുക്ക് പ്ലാൻ ചെയ്തില്ല, പഠിക്കുവാനും കഴിയാതെ എക്സാമിന് പോകുമ്പോൾ എപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. അതൊരു നാച്ചുറലാണ്. സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ വിവിധ സ്ലൈഡുകളിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതെന്ന് വളരെ വളരെ കൃത്യമായിട്ട് സാറത് എക്സ്പ്ലെയിൻ ചെയ്തു വന്നു. അത് ഇനി എക്സാം ഫിയറും കൊണ്ട് വരുന്ന കൗൺസിലിംഗ് പോകുന്ന കൗൺസിലേഴ്സിനെല്ലാം വളരെ വളരെ പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. അതാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഇത് വളരെ ആപ്റ്റ് മൊമെന്റിലാണ് ഈ ക്ലാസ് ഉണ്ടായത്. അതും സാറിൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും, ആർക്കും ഇനിയൊരു എക്സാം ഫിയർ കൊണ്ട് വരുന്ന കുട്ടിയെ കൗൺസിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. വളരെ നന്നായി ക്ലാസ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് സാർ. അതിൽ കൂടുതൽ ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. നല്ല ക്ലാസ് ആയിരുന്നു. ഐ റിയലി എൻജോയ്ഡ്.
താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ജ്യോതികുമാർ സാർ പറഞ്ഞു. ജാബു സാർ നമസ്കാരം. വളരെ നല്ല പ്രതിപാദന രീതിയും സ്റ്റൈലുമായിരുന്നു. സുഖമായിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചു. അതും തന്നെ ഞങ്ങളെ കൊണ്ടൊരു എക്സാം എഴുതിച്ചില്ലേ, കുറച്ച് ചോദ്യമൊക്കെ ചോദിച്ചിട്ട്. അതിൽ ഞങ്ങളൊക്കെ കുറച്ചുപേര് തോറ്റുപോയിട്ടുണ്ട്. എന്നാലും സാരമില്ല, കുറച്ചുപേര് ജയിച്ചിട്ടുണ്ട് മാർക്ക്. അത് സാറ് പിന്നെ പറഞ്ഞാൽ മതി ആരാണ് ടോപ്പ് സ്കോറർ ആവട്ടെ. പിന്നെ ഈ കണ്ടന്റ് നല്ല റിച്ച് അല്ലേ. കോമൺ പ്രോബ്ലത്തെ പറ്റി പറഞ്ഞു. പിന്നീട് പേരൻസ് എന്ത് ചെയ്യണം, കുട്ടികൾ എന്ത് ചെയ്യണം, എല്ലാം അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഞാൻ മുഴുവൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങളെല്ലാം പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചാക്കോ സാറില്ലേ, നമ്മളെ സിനിമയെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ കുറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സബ്ജക്റ്റിനോടും നമുക്ക് വലിയൊരു വെറുപ്പായിരുന്നു. സത്യം. വളരെ സത്യമായ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ പഴയ കാലത്തൊന്നും ഒരു അടുക്കും ചിട്ടയൊന്നും ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ. ഈ ഗവൺമെന്റ് സ്കൂളിലല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ, എന്ന് ജസ്റ്റ് സാന്ദർഭികമായിട്ട് പറയാണ്, എൻ്റെ ഒരു ചേട്ടനുണ്ട് അടുത്ത വീട്ടില്. പോയോ ഇല്ല, കേൾക്കാം, പറയും. പോയോ ഇല്ല, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. എന്റെ സ്ക്രീന് പോയി. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അവിടെ അപ്പോ ആ ചേട്ടൻ, അപ്പൊ ഞാൻ SLC എഴുതാൻ പോവാണ്, ഫസ്റ്റ് ഡേ ആണ്. അപ്പോ ചേട്ടൻ മൂന്നാമത്തെയാണ്, എൻ്റെ അടുത്ത വീട്ടിലെ ചേട്ടനാണ്. 3-ാമത്തെ തവണയാണ്. അന്നൊക്കെ തോറ്റ് തോറ്റ് പപ്ലി ആവുന്ന ഒരു കാലമായിരുന്നു. അപ്പോ ആ, എന്നോട് പറഞ്ഞു, അല്ല നമുക്ക് എക്സാമിന് പോവാണ്, ഒരു ടെൻഷനും പേടിയോ അദ്ദേഹത്തിനില്ല. അപ്പൊ പറഞ്ഞു, നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് എന്തുണ്ടെന്നറിയോ, തിയേറ്റർ ഉണ്ട്, സിനിമാ തിയേറ്റർ. അവിടെ സ്റ്റിൽസ് ഇടുന്ന ഒരു പരിപാടി ഉണ്ട്. സിനിമ വരുന്നതിന് മുമ്പേ തന്നെ സ്റ്റില്ലിടും. നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരുന്നത് ഇന്നേതാണ്, മറ്റേ ഫോട്ടോസ് ഇടുന്ന കാലം അന്ന്. അത് കാണാമോ? ഞാൻ പറഞ്ഞു, ഇതെന്ത് പരിപാടി, നമ്മൾ എക്സാം എഴുതാൻ പോവല്ലേ. എല്ലാം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോയി അതെല്ലാം നോക്കിയതിന് ശേഷമാണ് ചെന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ അദ്ദേഹത്തെ ഒരു വിധേന രക്ഷ ഉണ്ടെങ്കിൽ എക്സാം കഴിയുന്നവരെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ടില്ല, പറയാണ്. അപ്പോ ഇങ്ങനെയുള്ള പല നേച്ചറുള്ള സാറ് ഒരു നന്നായിട്ട് പറഞ്ഞില്ലേ, മറ്റ് കുട്ടികളായിട്ട് കൂടരുത്, നമ്മൾ ഒറ്റക്കായിരുന്നു തന്നെ പോകണമെന്ന്. പിന്നെ അതുപോലെ തന്നെ ആ എക്സാം ഡേയിൽ വളരെ കറക്റ്റാണ്. അന്ന് ഒരു പുതിയ പേന കൊടുക്കുക, പുതിയ ഡ്രസ്സ് ഇടുക, എല്ലാം തന്നെ വളരെയധികം മോശം ചെയ്യും. പിന്നെ വളരെ അവസാനം പറഞ്ഞിട്ടുണ്ട്, ബിലീവ് ഇൻ യുവർ സെൽഫ്. എന്തായാലും വളരെ നല്ല ഒരു ക്ലാസ്, നല്ല കണ്ടന്റ് റിച്ച് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. വീണ്ടും കാണാൻ. റോയ്സ് സാർ കൂടെ ഒന്ന് പറയും, എന്നിട്ട് ഷീലമാമയിലേക്ക് വരാം. റോയ്സ് സാർ അൺമ്യൂട്ട് ചെയ്യും സാർ. അൺമ്യൂട്ട് ആവുന്നില്ലേ? തെറ്റി. ഓക്കെ സർ. യെസ്. ഈ എക്സാം ആയിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകളിൽ വരും, പരീക്ഷ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പേടി മാറ്റാൻ സാധാരണ ശ്രമിക്കാറുള്ളൂ ആൾക്കാർ. കൗൺസിലിംഗ് വരുമ്പോൾ അതൊക്കെ തന്നെയാണ്, പരീക്ഷ എടുക്കുമ്പോഴത്തേക്കുള്ള നെർവസ്നെസ് ഒക്കെ മാറ്റിയെടുക്കാൻ. പക്ഷേ സാറിൻ്റെ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി ലക്ഷ്യം നേടുന്നതിന് ഇതിൽ കൂടുതൽ അനലൈസ് ചെയ്യാൻ വേറെ ഇല്ല. ആ കോമൺ പ്രോബ്ലംസും ഒക്കെ ഇവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വേറെ നിസ്സാരമായ ചില കാര്യങ്ങളാണ് നമുക്ക് തോന്നുമെങ്കിലും അതിനെല്ലാം വാല്യൂ കൊടുക്കുന്ന രീതിയിൽ സാർ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴേ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് എക്സാം എഴുതുമ്പോൾ കുറേ കൂടിയൊക്കെ ബെറ്റർ ആക്കാമായിരുന്നല്ലോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇത് വളരെ വർത്തിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇനിയും പല കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റാണ് അത്. ഇത്രയും ഈ ഫീൽഡിൽ ഇതുപോലെ ഒരു അനലൈസിങ്ങിനുള്ള അവസരം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇത്. എനിവേ, വളരെയധികം സന്തോഷം തോന്നി. താങ്ക് യു സാർ. താങ്ക് യു. ഷീല മാം പറയും. എല്ലാവർക്കും നമസ്കാരം. മനോഹർലാൽ സാറുണ്ട്, പിന്നെ ഷാബു ഗംഗാര സാറ്, നമ്മുടെ റോയ് സാറ്, കല്ലിങ്കൽ സാറ്, പിന്നെ ജ്യോതി സാറ്, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന മഹാപ്രതിഭകളുടെ മുമ്പിൽ നമ്മളുടെ കമന്റ്സ് എത്ര ചെറുതായി പോകും എന്നുള്ളൊരു പേടിയുണ്ട്. എങ്കിലും പറയുകയാണ് സാറേ, നല്ല ഇത് പരീക്ഷ രസമായിട്ട് പേടി പോലത്തെ ഒരു പേടിയാ കേട്ടോ. അതൊരു പേടിയായിരുന്നു കേട്ടോ.
സത്യം വലിയ വലിയ ആൾക്കാരിരിക്കുന്ന കണ്ടപ്പോ സാറ് എൻ്റെ അടുത്ത് ചോദിക്കരുതേന്ന് ഓർത്ത് സത്യം പറഞ്ഞ. പക്ഷെ ഇപ്പോ സാറിന്റെ ഈ ക്ലാസ് ഉണ്ടല്ലോ സാറേ, ഞായറാഴ്ച ഇന്നത്തെ മ്യൂസിക് പ്രോഗ്രാം കൊണ്ടുപോകുമ്പോൾ രസിച്ചിരിക്കുന്നത് പോലെ സത്യം പറഞ്ഞ സാറേ, ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ആണെന്ന് പോലും മറന്നുപോയി. കാരണം അത്ര സംഗീതപരമായിട്ട് അല്ലെങ്കിൽ നല്ല ഒഴുക്കുള്ള രീതിയിൽ സാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടേയിരുന്നു. ആർക്കും ഒരു ഡിസ്റ്റർബൻസ് തോന്നുകയോ ഈ ക്ലാസ്സിൽ നിന്നൊന്ന് മാറി വേറെന്തെങ്കിലും ഒന്ന് ചിന്തിക്കുന്നതിനോ സമയം കിട്ടിയതേ ഇല്ല. അങ്ങനെ ഒരു നല്ല ഒരു സ്റ്റെപ്പായിട്ട് തന്നെ സാറ് കൊണ്ടുപോയി. വളരെ രസകരമായിരുന്നു. ക്ലാസ് കടന്നുപോയത് അറിഞ്ഞതേ ഇല്ല. പിന്നെ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു എക്സാമിന്റെ ഒരു ഉലഹന്നാൻ സാറും ഉണ്ടല്ലോ, നമ്മുടെ ക്ലാസ്സിന്റെ എൻ്റെ ഒരു എക്സാമിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സാറേ, എൻ്റെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുള്ള ഒരു വീടായിരുന്നു. എക്സാം എനിക്ക് പേടിയില്ല, കാരണം ഞാൻ ആവറേജ് പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ വീട്ടിലുള്ളവരിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഏതാണ്ട് നമ്മളെന്തോ തെറ്റ് ചെയ്തിട്ട് വരുന്നത് പോലെ അവർ നോക്കിയിരിക്കുക. വന്ന ഉടനെ ഒരാളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് നമ്മളെ നിന്ന് മേടിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കൽ അങ്ങ് തുടങ്ങുക. ഇപ്പൊ സാറിന്റെ ഈ കോച്ചിങ് ശരിക്കും പറഞ്ഞ വീട്ടിലുള്ള ആളുകൾക്കും അതുപോലെ സ്കൂളിലെ അധ്യാപകർക്കുമാണ് കൊടുക്കേണ്ടത്, കുട്ടിക്കല്ല. കുട്ടിക്ക് കൊടുക്കണ്ട. ഇവര് രണ്ടു കൂട്ടര് ശരിയായാൽ കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ശരിയായിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കളഞ്ഞിട്ട് വരാറുണ്ട് സാറേ. ഇവരെ ചോദ്യം ചോദിക്കലൊന്ന് കാണണമല്ലോ. ഒരിക്കലും അബദ്ധവും പറ്റിയിട്ടുണ്ട്, അത് കേട്ട ചിരി വരും. കാരണം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കളഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുമ്പോ എന്റെ തൊട്ടു പുറകെ എന്റെ വീട്ടിൽ ഈ സാധനം മേടിക്കാൻ പോയ ആളുണ്ടായിരുന്നു, ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ എന്റെ ഈ സാധനം പോയത് കണ്ടോണ്ട് അവൻ എന്റെ അടുത്ത് കൊണ്ട് വന്ന്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എല്ലാരും ഇങ്ങനെ അരയും തലയും മുറുക്കി ഇരിക്കുമ്പോ ഉണ്ട്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ല എന്ന് പറഞ്ഞു. കുറെ തപ്പിയൊക്കെ കാണിച്ചു, ഷോയൊക്കെ കാണിച്ചു, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ അവൻ വരിക സാധനമൊക്കെ ആയിട്ട്. ആ കൂട്ടത്തിൽ പറയല്ലേ, എന്റെ പേരും പറഞ്ഞിട്ട്, ആ വഴിയിൽ ഇതിന്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ പോയി അത് ഞാൻ എടുത്തെന്നും പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ എന്നെ കയ്യോടെ പിടിച്ച സംഭവങ്ങളും ഉണ്ട്. അന്ന് ഈ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. എഴുതുന്നതിലല്ല സാറേ, ഇതായിരുന്നു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഈ ആൻസർ ഷീറ്റ് കൊണ്ടുവന്നിട്ട് അധ്യാപകരുടെ ഒരു പ്രകടനം ഉണ്ട് സാറേ, അതിലും രസവാ. ഈ മാർക്ക് കുറവുള്ള കുട്ടികളെ കുറെ പറയുക, എന്നിട്ട് കളിയാക്കുക, എന്നിട്ട് എല്ലാവരുടെ ചിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ വളരെ ഫ്രീ ആണ് സാറേ. കാരണം വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ ഒക്കെ കിട്ടിയിട്ട് പേരൻസും ഒക്കെ വളരെ നല്ല രീതിയിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് എനിക്കൊരു അഡ്വൈസ് ഉള്ളത്, അധ്യാപകർക്ക് ഇതിന്റെ ഒരു ട്രെയിനിങ് കൊടുത്താൽ നല്ലതായിരിക്കും. കാരണം ക്ലാസ് ഇപ്പൊ 10th ഞാൻ ഉൾപ്പെടെ 10th കയറുമ്പോ സാറേ തുടങ്ങും, ഫസ്റ്റ് ക്ലാസ് മുതൽ തുടങ്ങും. 10th ക്ലാസ്സിലാണെന്ന് അറിയാമല്ലോ, SSLC ആണെന്ന് അറിയാമല്ലോ. ഈ പറച്ചിലാ സാറേ. അത് കേൾക്കുമ്പോ തന്നെ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു വർഷം തന്നെ പോകുന്ന ഒരവസ്ഥയാ. അപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ, ഷാബു സാർ പറഞ്ഞ പോലെ 10th ആകുന്നതിന് മുമ്പ് ആ വെക്കേഷൻ ടൈമിൽ പേരൻസിനും കുട്ടികൾക്കും കൂടി ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സർക്കാർ എടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. വളരെ ഉപകാരം സാറേ. നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സന്തോഷം. സർക്കാർ ചെയ്യണ്ട, നമുക്ക് ചെയ്യാം. അതിനല്ലേ നമ്മൾ PCT എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് സാറേ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. നമുക്കത് അല്ല, നമുക്ക് ചെയ്യാം. അയ്യോ സാറേ, ഒരു കാര്യമുള്ളത്, ഇപ്പം മിക്കവാറും ഉള്ള സ്കൂളുകളിലെ അവര് സമയമില്ല, പോർഷൻ എടുത്ത് തീരത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാകാൻ നോക്കുന്നുണ്ട്. അത് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഒരു ടീമായിട്ട് ഒരു സ്കൂളിൽ പോയി ആവശ്യപ്പെടേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു വേണ്ടി ടീച്ചേഴ്സിനുമാണ് കൊടുക്കേണ്ടത് ശരിക്കും, കുട്ടികളെക്കാൾ കൂടുതലായിട്ട്. അത് കുട്ടിക്ക് കൊടുക്കേണ്ട സാറേ. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുക, കുട്ടിക്ക് വേണ്ട. കുട്ടി സാധാ നിലയിലാണ്. കുട്ടിക്ക് ഈ രണ്ട് സൈഡിൽ നിന്നും കൂടെ, സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകരും വീട്ടിൽ വരുമ്പോ പേരൻസും കൂടെ ഇട്ടങ്ങ് പ്രസ് ചെയ്യുക. അവര് അട പോലെ ആയി പോവുക. അതുകൊണ്ട് അവര് വെറുതെ വിടുകയാണെങ്കിൽ അവര് ജയിച്ചോളും, പഠിച്ചോളും, അവർ ഉന്നതങ്ങളിൽ എത്തിക്കോളും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഉലഹന്നാൻ സാർ. ഷാബു സാറെ, അവസരത്തിലുള്ള ഒരു ഉയർന്ന ക്ലാസ്, സോ സിമ്പിൾ.
ഞാൻ ക്ലാസ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ സിമ്പിൾ, വെരി ഗുഡ്. ഒരു കാര്യം കൂടി ഞാൻ സാറ് ഒന്ന് ആഡ് ചെയ്യാണ്. സാറ് ബ്രെയിൻ ജിം എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു. ആ ബ്രെയിൻ ജിമ്മില് അതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്കായിട്ടാണ് ഈ ടിപ്പ് ഞാൻ തരുന്നത്. സോ സിമ്പിൾ. രണ്ട് ചെവിയിലും അപ്പുറം ഇപ്പുറം പിടിച്ച് നമ്മൾ ഏത്ത ഇടാറുണ്ട്, ഇരുന്നെഴുന്നേൽക്കുക, സിറ്റപ്പ്. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. രാവിലെയും വൈകുന്നേരവും എല്ലാവർക്കും പറ്റിയതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യിച്ചാല് അവരുടെ ബ്രെയിൻ ഷാർപ്പാവുന്നു, മെമ്മറി ഷാർപ്പാവുന്നു. ഈ രണ്ട് കാര്യവും കൂടി അവരുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കും. അതെന്താണിത് പറയാൻ കാരണം ചോദിച്ചെന്നാ, മുമ്പ് കാലത്ത് അധ്യാപകർ കുട്ടിയുടെ ചെവിയുടെ ഏറ്റവും താഴെ പിടിച്ച് രണ്ട് കിഴുക്ക് കഴുകും. നീ അത് ഓർത്തില്ല അല്ലേ, നീ പഠിച്ചില്ല അല്ലേ. യഥാർത്ഥത്തിൽ കുട്ടിയെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, അത് തന്നെയാണ് ആ കുട്ടിക്ക് കൊടുത്ത ബ്രെയിൻ, ജിം ബ്രെയിൻ. അപ്പൊ അത് നമ്മൾ ഏത്തമിടുക എന്ന പേരിൽ നമ്മൾ ചെയ്യുകയാണ് ഇപ്പോ. ആ ഏത്തമിടൽ കുട്ടിക്ക് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. അത് 21 ടൈംസ് ആണ് അറ്റ് എ ടൈം. ഒരു 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം മടുത്തു വച്ചാന്ന് പറഞ്ഞാൽ സാരമില്ല, അടുത്ത ദിവസം ബാക്കി നമുക്ക് ചെയ്യാം. പാരൻസിന്റെ ലവിങ് അപ്രോച്ച് കുട്ടിയുടെ പരീക്ഷാ റിസൾട്ടിൽ കാണും എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഷാബു സാറ് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സാർ. വെരി ഉലയന സാർ പറഞ്ഞ പോലെ ആ ചെവിയുടെ താഴെ ഇങ്ങനെ ഇത് രണ്ട് ചെവി ഉണ്ടെന്ന് പല അധ്യാപകരും മറന്നു പോകും. അതേ കുഴപ്പം, എപ്പോഴും ഒരു ചെവി തന്നെയായിരിക്കും ഇവർ. എനിക്കൊക്കെ രണ്ട് ചെവിയിലും കിട്ടിയിട്ടുണ്ട് സാർ, പിടിച്ച് പിടിച്ച് തിരുമ്മി. ഓക്കെ, പത്മാമാം, ദീപമാം, രാജു സാർ. പത്മാമാം പറയും. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മുടെ പഴയ കാലത്തെ പരീക്ഷാക്കാലെല്ലാം ഒന്ന് ഓർമ്മിക്കാൻ പറ്റും. പിന്നെ പരീക്ഷ എഴുതുന്നതെന്ന് പറഞ്ഞാലൊരു പേടി തന്നെയായിരുന്നു. ഒരു പരീക്ഷ പേടി ഉണ്ട് എനിക്ക് തോന്നുന്നു. അതിലും അതുപോലെ തന്നെ എനിക്ക് റിസൾട്ട് പേടിയുണ്ടായിരുന്നു. പരീക്ഷ എഴുതി കുറച്ചു കാലം ഒരു ഫ്രീ ആയിരിക്കും, പിന്നെ റിസൾട്ട് എടുക്കുമ്പോൾ ഒരു റിസൾട്ട് പേടി കൂടി ഉണ്ടായിരുന്നു വരരുത്. പിന്നെ ഇപ്പൊ പരീക്ഷ പേടി എന്ന് പറയുമ്പോൾ അത് ഇപ്പം പിന്തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം പരീക്ഷ എഴുതുന്നതായിട്ടെല്ലാം ഒരു പേടി സ്വപ്നം കാണും. പരീക്ഷ അതെങ്ങനെ വെച്ചാല് പരീക്ഷ സമയം ആയിട്ടും വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പറ്റാണ്ട്, അല്ലെ പരീക്ഷ ബെല്ലടിച്ചിട്ട് എഴുതി തീരാണ്ട് പലരും കാണുന്നുണ്ടാവും. അതായത് 10ാം ക്ലാസ്സിലെ പരീക്ഷ മിക്കപ്പോഴും ഉണ്ടാവുന്നത്. പിന്നെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഓർമ്മിച്ച, അവർക്ക് സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ പരീക്ഷ ടൈമിൽ എന്നും പനിയാണ്. പരീക്ഷിച്ച ദിവസം പരീക്ഷ എഴുതാൻ പറ്റില്ല. നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അത് കോളേജിൽ എത്തിയിട്ട് പോലും ഒക്കെ ഇതിൽ മാറ്റം വന്നിട്ടില്ല. ഇപ്പൊ അങ്ങനെ ടീച്ചറെല്ലായി അങ്ങനെ ജോലിയെല്ലാം ചെയ്ത് അത് നമ്മളിപ്പം അവളോട് തമാശ ചിലപ്പോൾ ചോദിക്കലുണ്ട്, ഇപ്പൊ പേടിയുണ്ടോന്ന്. പിന്നെ മാത്സിനെ പറ്റിയിട്ട് പറഞ്ഞ ശരിയാ, ഞാൻ ഇപ്പൊ പറയണം വിചാരിച്ചത്. ഇപ്പൊ കുട്ടികൾ നമ്മുടെ മക്കളെ മാത്സിന്റെ മാർക്ക് വരുമ്പോൾ നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ മതി. എനിക്ക് പേടിയുള്ള ഒരു വിഷയം മാത്സ് തന്നെയാണ്. ബാക്കിയല്ലേ എങ്ങനെയെങ്കിലും ഒക്കെ ആക്കാൻ പറ്റുമെങ്കിലും മാത്സ് ഒരു പേടിയാണ്. അത് നമ്മൾ മക്കളെ പറയുമ്പോൾ നമ്മളതിലേക്കൊന്ന് നോക്കിയാൽ അവരധികം പറയേണ്ടി വരില്ല എന്ന് എനിക്കും തോന്നല്. പിന്നെ ഞാൻ മക്കളോട് പരീക്ഷാ സമയത്ത്, അവരിപ്പം പഠിപ്പ് കഴിഞ്ഞ് ജോലിയിലാണ്, എന്നാൽ ആ കാലത്തിൽ ഞാൻ അവരോട് പറയുന്നു ഓരോ കാര്യങ്ങൾ ഉറക്കൊഴിയാണ്ട് കഴിയുന്ന നേരത്തെ ഉറങ്ങാൻ തന്നെ നിർബന്ധിക്കുന്നു പരീക്ഷ തലേത്തെ ദിവസത്തിൽ. പിന്നെ ഹോട്ടൽ ഫുഡ് കഴിയുന്നത് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഇത് ടോയ്ലറ്റിൽ പോവാനും പറയും. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പേ പിന്നെ ടോയ്ലറ്റിൽ പോയി 2 മണിക്കൂർ വരെ ഇരിക്കണമല്ലോ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത്. പിന്നെ എനിക്ക് പേടിയുള്ള ഒരു കാര്യം, ഈ ഹോൾ ടിക്കറ്റ് നമ്പർ എഴുതുന്നത്, അത് എത്ര പ്രാവശ്യം നോക്കി എനിക്ക് കറക്റ്റ് ചെയ്താലും അത് തെറ്റിപ്പോയോ എന്നുള്ളൊരു പേടിയുണ്ട്. അതിനതുപോലെ ഒരു ക്വസ്റ്റ്യൻ, സാറ് പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ നമ്പർ, ഇപ്പൊ ഒരു ആൻസർ നമ്മൾ എഴുതാതെ വിട്ടുപോയാൽ ആ ക്വസ്റ്റ്യൻ നമ്പർ ചിലപ്പോൾ ഫുൾ മാറിപ്പോവും. ഞാൻ ടീച്ചറായിരിക്കുമ്പോൾ ചെറിയ കുട്ടികളെ എഴുതിയിട്ട് കാണരുത്, അപ്പൊ ഫുൾ അവർ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ വെച്ച് നോക്കുമ്പോൾ തെറ്റായിരിക്കും. അപ്പൊ ഞാൻ അവരോട് പറയും വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേന്ന് പറയാറുണ്ട്. ഇത്രയെല്ലാം കാര്യങ്ങൾ പരീക്ഷനെ പറ്റിയിട്ട് പറയും. പിന്നെ ലാസ്റ്റ് ഞാൻ എഴുതിയ പരീക്ഷ ഇപ്പൊ നമ്മുടെ സൈക്കോളജി ക്ലാസ്സിന്റെ
പരീക്ഷയാണ്. അത് ഇപ്പൊ പലരും പറഞ്ഞല്ലോ. പിന്നെ ലാസ്റ്റ് എഴുതുന്നത് ഇപ്പൊ അത് വളരെ എൻജോയ് ചെയ്ത് പഠിച്ച് പരീക്ഷ പോലും നല്ല എൻജോയ് ചെയ്ത് എഴുതിയൊരു എക്സാം ആയിരുന്നു. ഏതായാലും അതിന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാം. നമ്മളെ സമയം കഴിഞ്ഞ് ഇതൊക്കെ അന്നേരം കേട്ടെങ്കിൽ കുറെ കൂടി നമുക്ക് ഉപകാരപ്രദമാവും. പക്ഷെ അക്കാലത്ത് നമ്മളെ സ്വന്തം ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച് മാത്രമാണ് എടുത്തത്. ഏതായാലും ഓക്കെ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. സുധർമ്മ മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹരി എന്തെങ്കിലും പറയുന്നുണ്ടോ? അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു ഷാബു സാർ, വണ്ടർഫുൾ ക്ലാസ്, മനോഹരം. കറക്റ്റ് സമയത്ത് ഇനി നമ്മൾ ഈ പുനർജിനി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതൊക്കെ പ്രയോജനകരമാണ്. പ്രത്യേകിച്ച് വളരെ പൊതുവെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ PPT ഇല്ലാതെ എല്ലാവരും എടുക്കുന്നത്. സാർ അത് PPT ഒക്കെ അത് തന്ന് മനോഹരമാണ്. നല്ല PPT ഒക്കെ നല്ല മനോഹരമായിരിക്കും. അതാണ് നമുക്ക് ആ പോയിന്റ് ഒക്കെ നമ്മളിപ്പോ അത് അതിന്റെ റെക്കോർഡ് ഇത് കൊടുക്കുമല്ലോ, അതിന്റെ അല്ലെ വീഡിയോ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ട് മാറും. ഉപകാരപ്പെടും. അതാണ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. അപ്പോൾ അതുപോലെ ഷാബു തന്നെ സാർ താങ്ക് യു. സാബു സാറേ, അതുപോലെ നേരത്തെ മേഡം പറഞ്ഞ പോലെ റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ എവിടെ പോയി ഓടി ഒളിക്കണം എന്ന് വിചാരിച്ചൊരു കാലമുണ്ടായിരുന്നു. സത്യം. അതെ അതെ തീർച്ചയായിട്ടും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ മേഡം പറഞ്ഞത് ശരിയാ. ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിട്ട് പിന്നെ 100 ചോദ്യങ്ങളല്ലേ. അവസാനം അവര് മാർക്കിട്ട് ഇത്ര കിട്ടുന്നൊക്കെ അവര് തന്നെ അതെ കണ്ടുപിടിക്കും. അതെ അതെ ഈ റിസൾട്ട് പിന്നെ വന്നു ആ കഴിയുമ്പോൾ ഈ ഡേറ്റ് ബോർഡ് വരുന്ന ദിവസം അന്നാണ് ഇന്ന് റിസൾട്ട് അറിയും. 9-ലായാലും 8-ലായാലും 10-ലായാലും അന്ന് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണം. ബ്ലാക്ക് ബോർഡിൽ ഒരുപാട് വരുന്ന ഇന്ന് കുട്ടികള് തോൽക്കൊന്നും പേടിക്കണ്ടല്ലോ, മാർക്കിന്റെ പ്രശ്നം കുട്ടികൾക്ക്. അതെ, ഇന്ന് അങ്ങനെയായിരുന്നു. അതെ അതെ അതെ. ഇന്ന് 27 നമ്മളെ കാലത്ത് ശതമാനം തോൽവിയുള്ള പ്രശ്നം. ഷാബു സാർ, ഈ നമുക്കറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതി ഞാൻ മാർക്ക് മേടിച്ചിട്ടുണ്ട്. ആ അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അത് നമുക്ക് ചില എഴുതി പൊടിക്കൈകളൊക്കെ കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. ഒരു കരുണ കിട്ടും ഈ പറഞ്ഞ പോലെ. പക്ഷെ സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിന്റെ നീറ്റ്നെസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് തന്നെ വീണോളൂ. ഈ ആൻസർ നോക്കുന്ന ടീച്ചർമാരുണ്ടല്ലോ, അവർക്ക് കുറച്ച് BP ഉണ്ടായിരിക്കും, അവർക്ക് കുറച്ച് പ്രഷർ ഉണ്ടായിരിക്കും, ഷുഗർ ഒക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ആ സ്ട്രെയിൻ വരാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യത്തെ പേപ്പർ പേജ് തന്നെ കണ്ട അവർക്ക് കോഗ്നിറ്റീവ് സ്ട്രെയിൻ വന്നാൽ പിന്നെ ആ ആൻസർ പേപ്പർ മുഴുവൻ അതിന് പ്രതിഫലിക്കും, ആ മാർക്ക് കുറവായിരിക്കും. നേരെ മറിച്ച് അവിടെ തന്നെ ഒരു ഫ്രഷ്നെസ് അവർ ഫീൽ ചെയ്താൽ അവർക്ക് പെട്ടെന്ന് അത് കഴിക്കാം. അവർക്ക് എങ്ങനെയാണ് ജോലി പെട്ടെന്ന് കഴിക്കാം എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടുതൽ ഉണ്ടായിരിക്കുക. കുട്ടിക്ക് മാർക്ക് കിട്ടിയോ കിട്ടില്ല എന്നുള്ള കാര്യമല്ല ഉണ്ടാവുക. എന്നാലും അവർ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഒരു കുട്ടിയും മനഃപൂർവ്വം അവര് തോൽപ്പിക്കണം എന്ന് വിചാരിച്ച ഒരു കാര്യം അവർ ചെയ്യില്ല. അങ്ങനെയുണ്ട്. ആ കുട്ടിക്ക് ഒരു മാർക്കെങ്കിലും ഒരു മാർക്ക് കൊടുക്കാൻ സാധിക്കും. അതെ, വെട്ടിയിടാൻ എളുപ്പമാണ്. ഈ ശരിയിടുന്നതിനേക്കാൾ എളുപ്പമാണ് വെട്ടിയിടാൻ. ശരിയിടുമ്പോൾ പിന്നെ മാർക്ക് വെട്ടാനാണെങ്കിൽ ഒറ്റ വെട്ടിൽ തീർന്നു. പിന്നെ അതെ 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 അതെ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാദർ ഒക്കെ വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ പോയി ആൻസർ പേപ്പർ നോക്കുമ്പോൾ പോയി നോക്കി നിൽക്കാറുണ്ട്. വെട്ടിനൊക്കെ ഭയങ്കര ശക്തിയാണ്. ശരിയിട്ട് കഴിഞ്ഞാൽ പരീക്ഷക്കാലൊക്കെ മാറണം സാറേ. ഇനിയിപ്പോ പരീക്ഷ ഒന്നും ഉണ്ടാവില്ല. അടുത്തൊരു 10 കൊല്ലം കഴിയുമ്പോ ഈ പരീക്ഷ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഓപ്പൺ ബുക്ക് എക്സാം ആയി തുടങ്ങി, പല സ്ഥലത്തും പല സബ്ജക്റ്റിലും അങ്ങനെയൊക്കെ ആയി തുടങ്ങി. അപ്പൊ ഇനി വരുന്ന ഒരു കാലഘട്ടത്തില് ഈ പരീക്ഷ എന്ന് പറയുന്ന സംഭവം ഒന്നും ഉണ്ടാവില്ല. പുതിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്കൊരു എന്താ പറയാ, അതിനൊക്കെ അഡാപ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മളുടെയൊക്കെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു അവബോധം ആരും പറഞ്ഞു തരാൻ ഉണ്ടായില്ല എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു 5 മാർക്ക് കൂടുതൽ കിട്ടിയാൽ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് സാർ, മനക്കരുത്തിൽ കനിവുള്ള മാഷെ എനിക്ക് 10 മാർക്ക് തരണേ എന്ന് അവസാനം അങ്ങനെ എഴുതി വെക്കുന്നവരില്ലേ? അങ്ങനെ എഴുതി വെക്കുന്നവരില്ലേ? ഒന്ന് കരിയണം കിട്ടും ഒരു 10 മാർക്ക്. അടിപൊളി. അങ്ങനെ ഓക്കെ, ഒത്തിരി അപ്പൊ പേര് താങ്ക് യു. കാണാറുണ്ട് സാറേ. വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ എഴുതാറുണ്ട്. കാരണം ഞാൻ ജയിച്ചിട്ട് വേണം ഒരു ജോലി കിട്ടി എന്റെ കുടുംബം അതെ 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 അതെ. ടീച്ചർ ശരിയാ, ടീച്ചേഴ്സിനത് നന്നായിട്ട് അറിയാൻ പറ്റൂലേ കാര്യങ്ങള്. അതെ, പരീക്ഷയുടെ റിസൾട്ട് 10ാം ക്ലാസ്സൊക്കെ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പത്രത്തിൽ വരും അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ബിരുദന്മാരുടെ എഴുത്തുകളൊക്കെ. സാറേ, അത് ഓരോ ടേബിളിൽ നിന്നും ഒരു ഗ്രൂപ്പ് ആണല്ലോ ഒരു ഇതായിട്ട് ഇരിക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ കിട്ടുന്ന അങ്ങനത്തെ ആൻസറുകൾ ഇത് ഗ്രൂപ്പിൽ മൊത്തം പാസ് ചെയ്യും. എന്ത് ചിരിയാ! ഒത്തിരി തമാശകൾ കാണും.
ഓക്കെ, അപ്പം താങ്ക് യു വെരി ഓക്കെ, മച്ച്. താങ്ക് യു. നാളെ നമുക്ക് വൈൻഡപ്പ് വീണ്ടും ചെയ്യാം. ഈ സെയിം ടൈപ്പ് ക്ലാസ് ആണ്. സോണിയ ആയിരിക്കും ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, See you. ഓക്കെ. Thank you. Thank you, sir. Thank you. Thank you. Thank you all. Thank you, sir. Thank you. Good night.